ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ മിനി സജി വർഗീസ് ആണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ താൻ കടന്നുപോയതായ വഴികളെയും താൻ അനുഭവിച്ചതായ വിവിധ തരത്തിലുള്ളതായ പ്രതിസന്ധികളെയും ദൈവം ചെയ്ത നന്മകളെയും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് ഹാർദവുമായി സിസ്റ്ററെ സ്വാഗതം ചെയ്യും. സ്തോത്രം. ആമേൻ. സിസ്റ്ററെ എങ്ങനെ ഇരിക്കുന്നു? സന്തോഷമായിട്ടിരിക്കുന്നുവോ? ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു സിസ്റ്റർ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. അടിയനും പ്രിയ കർത്താവിന്റെ ദാസിയുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും വലിയതാണ്. ഹല്ലേലൂയ. അത് അങ്ങയുടെ നാമത്തിന്റെ മഹിമയ്ക്കുള്ളതാകയാലും സ്തോത്രം കർത്താവേ. നമ്മുടെ ദാസിയെ ഹല്ലേലൂയ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികളും വിധങ്ങളും തിരുനാമ മഹത്വമായി തീരുവാന് ഹല്ലേലൂയ പ്രസ്താവിക്കേണ്ടതിന് നമ്മുടെ ദാസിയെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയാട്ട് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്ററെ, നമ്മളോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ US നിന്നാണ് സിസ്റ്റർ ജോയിൻ ചെയ്തേക്കുന്നത്. എന്റെ സ്റ്റേറ്റ് മിസൂരി, സെയിന്റ് ലൂയിസ് സിറ്റി. ഓക്കെ, ദേവദാസേ, കർത്താവ് സഹായിക്കട്ടെ. ഒരുപാട് വിഷയങ്ങളിലൂടെ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ജീവിതത്തില് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വവും കർത്താവിനോട് അടുക്കുന്നതിനൊക്കെ മുഖാന്തരവുമാണെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസിയെ ആ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സമയം മാറ്റി തരികയാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ സമയം ദൈവം എനിക്ക് ഒരുക്കി തന്ന യേശു കർത്താവിന്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ തന്ന ഈ സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം ജോയ്സ് ടീമിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്ററിനായിട്ട് അവസരം ജീവിതത്തിൽ തന്ന സിസ്റ്ററിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരോടും, ഇത് കേൾക്കുന്ന അനേകം പേരുണ്ടല്ലോ, ഹല്ലേലൂയ. യേശു കർത്താവ് വലിയവൻ, യേശു ദൈവം, ഏക ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അത് പറയുവാൻ തക്കവണ്ണം, കേൾക്കുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുന്നു. ഇനി അനേകര് ഇത് കേട്ട് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ മഹത്വത്തിനായിട്ട് പറയുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. എന്നെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഹസ്ബൻഡും എനിക്ക് 2 ആൺമക്കളുമാണുള്ളത്. എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ യേശു കർത്താവായിരുന്നു. അവൻ മരിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് വരുമ്പോൾ 2023 മാർച്ചില് 1 വർഷമാകുന്നു. എൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബത്തെ പറഞ്ഞത്. ഞാൻ യേശുവിൽ എങ്ങനെ വന്നു, യേശുവിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു? ഞാനൊരു സാമുദായിക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ദൈവത്തിന്റെ കൃപയാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വേദപുസ്തകം വായിക്കുവാനും പള്ളിയിൽ പോകുവാനും ഒക്കെ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുവാനും യേശു കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന മസ്റ്റായിട്ടും ഉണ്ടായിരുന്നു. രാവിലെയും ഉണ്ട്, വെളുപ്പിനെയുണ്ട്, 5 മണിയാവുമ്പോൾ തന്നെ ഉണ്ട്. എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിലാണ് പല ദിവസവും താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഓർത്തഡോക്സുകാരായിരുന്നു, എന്നാൽ ഞാൻ കേട്ട ശബ്ദമാണ് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞാണ് അപ്പച്ചൻ യാമപ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമായിരുന്നു. അത് പക്ഷേ എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് ശരിക്കും ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. നമ്മൾ അടുത്ത മുറിയിലാണല്ലോ, അപ്പച്ചൻ ഇങ്ങനെ ചുമച്ചും ഒക്കെ ഹല്ലേലൂയ പറയുമ്പോൾ നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ അന്നൊന്നും ഹല്ലേലൂയ കേട്ടിട്ടില്ല, പള്ളികളിലൊന്നും ഹല്ലേലൂയ പഠിപ്പിച്ചിട്ടില്ല. പാട്ടിലൊക്കെ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അത് എന്തുവാണെന്ന് പോലും അങ്ങനെ പറയുന്നു എന്നുള്ള അല്ലാതെ അത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നൊന്നും ഞാൻ ഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ എന്തുവായാലും ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയാൽ വളർന്നു വന്ന സമയങ്ങളിലൊക്കെയും രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങളൊക്കെ ആയിരുന്നു.
ആ സമയത്ത് സൺഡേ സ്കൂളില് 10ാം ക്ലാസ് പാസ്സാകുന്നത് വളരെ കുറച്ചു പേരാണ്. സൺഡേ സ്കൂളിലെ എല്ലാ കുട്ടികളും ഒക്കെ പോകുമെന്ന് പറഞ്ഞാലും ആ സമയം 10ാം ക്ലാസ് ഒന്നും അതുവരെ നിൽക്കത്തില്ല. ഞാൻ 10ാം ക്ലാസ് പഠിച്ചു. പക്ഷെ അവിടെ കൂടുതലും ഞാൻ പഠിച്ചത് സഭയുടെ നിയമങ്ങളും സഭ എങ്ങനെ ഉണ്ടായെന്നും അതിന്റെ വർഷങ്ങളും അതൊക്കെ ഭയങ്കര ടഫാണ്. നമ്മൾ ഈ അന്ത്യോക്യയെ പറ്റി പഠിക്കുകയും അവിടെ ആര് വന്നു എന്ന് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഓർത്തിരുന്ന് പരീക്ഷ എഴുതുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അതൊക്കെ എഴുതി. അതുകൊണ്ട് എനിക്ക് സഭ എന്തുവാണെന്ന് വളരെ നല്ലതായിട്ട് അറിയാം. പക്ഷെ എന്റെ ജീവിതത്തില് എന്റെ മദർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ പെന്തിക്കോസുകാരുടെ അടുത്തോട്ട് പോവുകയേ ചെയ്യില്ല. അവര് ഈ ക്രിസ്ത്യാനികളല്ലാത്തവര് ക്രിസ്ത്യാനി ആകാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നതാണ്. മാലയും മളയൊക്കെ പറിച്ചിട്ടിട്ട് അവരെന്തൊക്കെയോ വേണ്ടാത്തതൊക്കെ ചെയ്യുന്നതാണ്. അവര് അന്ധവിശ്വാസികളാണ്. യാഥാർത്ഥ്യത്തിൽ യേശുക്രിസ്തുവിനെ വിളിക്കുന്നവരല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ളവരോട് മിണ്ടുകയേ ചെയ്യരുത്. അമ്മയ്ക്ക് ഭയങ്കര വെറുപ്പെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഇത് കേട്ട് 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 എനിക്കും ഭയങ്കര വെറുപ്പായിരുന്നു. അപ്പൊ ഞാന് ആ സമയങ്ങളിലൊക്കെ എന്റെ ആ ഏരിയയിലൊന്നും എന്റെ സ്ഥലത്തൊന്നും ബന്ധുക്കോസുകാരായിട്ട് എന്റെ അറിവിൽ 1-2 പേരേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ മീഡിയ ഒക്കെ വളരെ കുറച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ അന്നൊന്നും ഇല്ലല്ലോ. വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഗൂഗിൾ ഇല്ല, ഒന്നുമില്ലാത്ത ഒരു സമയത്ത് നമ്മൾ കാണുന്ന നമ്മുടെ കൊച്ചു ഗ്രാമപ്രദേശത്തുള്ള ചെറിയ പോസ്റ്ററുകളും ഒക്കെ ആയിരിക്കും. അവിടെയൊന്നും ആരും ഇതൊന്നും വെക്കാനൊന്നും സമ്മതിക്കത്തില്ല. കാരണം എല്ലാവരും സാമുദായിക സഭകളിലുള്ളവരാണ്. അപ്പൊ 1-2 എന്റെ അറിവിലുണ്ട്. അപ്പൊ അവരതിലെങ്ങാനും പോകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വായും കൊണ്ടൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവരെ ഒന്ന് അപമാനിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കും. അതായിരുന്നു എന്റെ ഒരു അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കർത്താവിന് എന്തോ നന്മ ചെയ്തു, ഞാൻ ക്രിസ്തുവിലാണ്. കാരണം ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. എന്റെ സഭയുടെ നിയമങ്ങളെല്ലാം ഞാൻ അനുകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ആരാധനയുള്ള ദിവസങ്ങളെല്ലാം ഞാൻ പള്ളിയുടെ എല്ലാ ആക്ടിവിറ്റീസിലും പോകും. ഉപവാസമില്ല, ഞങ്ങൾക്ക് നൊയമ്പാണ് ഉണ്ടായിരുന്നത്. എല്ലാ നൊയമ്പുകളിലും ഞാൻ സംബന്ധിക്കും. ഞാൻ 5ാം ക്ലാസ് തൊട്ട് ഈ 7 നൊയമ്പ് 3 നൊയമ്പ് സഭ പറയുന്ന എല്ലാ നൊയമ്പുകളും കൃത്യമായിട്ട് അത് കഠിന ഉപവാസത്തില് കട്ടൻ കാപ്പി തന്നെ കുടിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാനൊരു നല്ല ക്രിസ്തുവിനോട് അടുത്ത ഒരാളാണ് എന്നുള്ള ഒരു രീതിയായിരുന്നു, ചിന്തയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ ബൈബിൾ മൊത്തവും കംപ്ലീറ്റ് വായിച്ചു തീർത്തിട്ടുണ്ട്. ഞാൻ 12ാം ക്ലാസ്സില് കാതോലിക്കറ്റ് കോളേജ് പത്തനംതിട്ടയിലാണ് പഠിച്ചത്. എന്റെ വീട് കൊടുമണ്ണം എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ പഠിച്ചപ്പോഴ് യൗസേബിയസ് തിരുമേനിയുടെ ഒരു പ്രസംഗം ഞാൻ ഇങ്ങനെ കേട്ടു. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക. ഈ വചനം ഞാൻ എല്ലാം വായിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞാലും അതില് എത്രമാത്രം അത് എന്റെ ഹൃദയത്തിൽ അതിന്റെ ആത്മീക അർത്ഥങ്ങൾ വായിച്ചു വിട്ടു. എല്ലാ കഥപുസ്തകങ്ങളും നമ്മൾ വായിച്ചു വിടും. അതിൽ എന്തെങ്കിലും ഒരു അല്പം മാത്രം നമ്മൾ ഗ്രഹിക്കത്തുള്ളൂ. അതുപോലെ തന്നെയുള്ളൂ ഞാൻ ഇതും വായിച്ചു വിട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് വായിക്കണമല്ലോ, നമ്മുടെ ക്രിസ്ത്യാനികളുടെയൊക്കെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണല്ലോ എന്നുള്ള പേരിൽ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അല്ലാതെ അതിലുള്ള യേശു എന്താണെന്നോ, പരിശുദ്ധാത്മാവ് എന്തുവാണെന്നോ, യേശു വീണ്ടും വരുമെന്നോ, കൃപാവരങ്ങളുണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ വചനം എന്നോ ഇങ്ങനെ മനസ്സിലോർക്കും. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ആ തിരുമേനി അങ്ങനെ മെസ്സേജ് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ടോ ആ വചനം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. അത് ഇന്നും വർഷങ്ങൾക്ക് ശേഷം ഇന്നും മറക്കാത്ത ആ വചനവും ഇന്നും അതെന്റെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു ഇത് ഇരിക്കുന്നു. ആ തിരുമേനി ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതും തിരുമേനിയുടെ മുഖമൊക്കെ മിക്ക ദിവസങ്ങളിലും ഓർക്കുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, യൗവനകാലത്ത് നാം സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. അപ്പൊ സഭ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതെന്റെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു ആഗ്രഹം സൃഷ്ടിക്കുവാൻ തന്നെ ഇടയാക്കി. എന്നാൽ ഈ പെന്തിക്കോസുകാരും അല്ലല്ലോ അത് പറഞ്ഞത്. അപ്പോൾ അവരോട് എനിക്കൊരു വല്ലാത്തൊരു വിരോധമുണ്ടായിരുന്നു. കാരണം അവര് ക്രിസ്തുവിന്റെ എതിരാണെന്നാണ് ഞാൻ സങ്കല്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി. ഞാൻ അവിടെയും എനിക്കൊരു സിസ്റ്റർ ദീനയെ കിട്ടി. ഞങ്ങള് റെഗുലറായിട്ട് ചർച്ചിൽ പോകും. ആരാധനയ്ക്ക് തുടങ്ങുമ്പം തൊട്ടേ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടത്തുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് ബസ്സുണ്ട് സൺഡേ സ്കൂളിൽ ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ സിസ്റ്റർ ഇങ്ങനെ മടത്തിലമ്മ ആയതുകൊണ്ട്, നണ്ണായതുകൊണ്ട് അവർക്ക് ആരാധനയ്ക്ക് മുമ്പ് തന്നെ അവിടെ കയറണമെന്നുണ്ട്. അപ്പൊ എന്നെയാണ് സിസ്റ്റർ കൂട്ടുപിടിച്ചിരിക്കുന്നത് നടന്നു പോകാൻ വേണ്ടി. ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലെ കൂടെ ചിലര് ഒത്തിരി പൊടിയൊക്കെ പിടിച്ച്
ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്തൂടെ ഞങ്ങൾ നടന്ന് ആരാധനയ്ക്ക് എനിക്ക് അവധിയുള്ളപ്പോൾ ഞാനും ആ സിസ്റ്ററിന്റെ കൂട്ടത്തിലൊക്കെ പോകും. അങ്ങനെ ഞാൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് വന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ്. അവിടെ ഒരു പെന്തിക്കോസ് ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ സാറാമ്മ. ഞാൻ പല സാക്ഷ്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ സിസ്റ്ററിനെ പല രീതിയിൽ ഇഷ്ടപ്പെടാതിരിക്കുവാനും വെറുക്കുവാനും, വെറുത്തെന്ന് തന്നെ എനിക്ക് പറയണം. എന്റെ മനസ്സിൽ അവരെന്നോട് മിണ്ടിയിട്ട് പോലും ഇല്ല, പക്ഷെങ്കിൽ എനിക്കൊരു വെറുപ്പ് ഉണ്ട്. കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഓർത്തഡോക്സിന്ന് പെന്തിക്കോസിൽ പോയത്. ആ ഒരു റീസൺ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് പെന്തിക്കോസിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ കേൾക്കാൻ ഇഷ്ടമല്ല. ഞാൻ അവരെ എന്തെല്ലാം പറഞ്ഞു ആട്ടി ഓടിച്ചു കളയും. അതുകൊണ്ട് തന്നെ ആരും എന്നോട് ഒരു വചനവും പറഞ്ഞിട്ടില്ല അന്ന് വരെ. അങ്ങനെ ഞാനൊരു ചിക്കൻ പോക്സ്, വെറും സാധാരണ ഒരു ചിക്കൻ പോക്സിന്റെ അവസ്ഥയിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഐസൊലേഷൻ എന്നുള്ള രീതി മാത്രമേ അവരെ അഡ്മിറ്റ് ആക്കിയുള്ളൂ. എന്നാൽ എൻ്റെ ഇത് ഡബിൾ റൂമല്ല, ഡബിൾ ബെഡുള്ള റൂമാണ്. അങ്ങേ ബെഡിൽ വരുന്നവരെല്ലാം ഇങ്ങനെ പോകും, 2-3 ദിവസം കഴിയുമ്പം പോകും. അങ്ങനെ 4 പേര് വന്നു. അതിനകത്തെ എൻ്റെ അടുത്ത് വന്ന അടുത്ത ബെഡിലെ 4 പേരും പോയപ്പോഴും ഞാൻ അവിടെ കിടക്കുക 10-15 ദിവസമായി. അപ്പോഴായപ്പോഴത്തേനും എനിക്കൊരു ഡിപ്രഷൻ പോലെയായി. ഈ വ്രണങ്ങളെന്ന് പറയുന്നത് ഒരുപാടെന്ന് പറഞ്ഞാൽ തല തൊട്ട് താഴ് വരെ അതില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല. കണ്ണ്, മൂക്ക്, വായ, എല്ലാ സ്ഥലവും. ഇവൻ കൈവെള്ള, കാലുവെള്ള. ടോയ്ലറ്റിൽ പോലും നമുക്ക് നടന്നൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഈ സാധനം ഇവിടത്തെല്ലാം ഉണ്ട്. എന്നാൽ എൻ്റെ അടുത്ത് വന്നവർക്കൊന്നും അവിടെ ഇവിടെയൊക്കെ ചെറിയതായിട്ടുള്ള ഒരു കുരുക്കൾ മാത്രമേ ഉള്ളൂ. എന്നാൽ എനിക്കങ്ങ് ആകമാനം അങ്ങ് പ്രശ്നമായി. ഞാൻ ഇത് ഒന്ന് വന്ന് കരിഞ്ഞു കഴിയുമ്പോൾ പിന്നെയും അത് അടുത്തത് ഇങ്ങനെ വരും. അതുകൊണ്ട് എന്നെ ഡിസ്ചാർജും ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ അന്നൊക്കെ TV ഒന്നുമില്ല, ഫോണില്ല. നമ്മുടെ റൂമിലൊന്നും ലാൻഡ് ലൈനൊന്നും പേഷ്യന്റെ റൂമിലൊന്നും വെക്കത്തൊന്നുമില്ല. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്, സഭയിലെ വലിയ ആരണ്ടൊക്കെയാണ്, വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേദപുസ്തകമൊന്നും കൈകൊണ്ട് തൊട്ടിട്ടുകൊണ്ട് എങ്ങും പോകത്തൊന്നുമില്ല. പ്രാർത്ഥിക്കാനും അറിയത്തില്ല ഒരു രോഗം വന്നാൽ. കാരണം എനിക്കറിയില്ലല്ലോ രോഗിക്ക് സൗഖ്യമാക്കുമെന്ന്. വേദപുസ്തകത്തിൽ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, എല്ലാ രോഗിയും സൗഖ്യമാക്കി. അത് എന്റെ ജീവിതത്തെ സൗഖ്യമാക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും പേടി വന്നാലും അച്ഛൻ്റെ അടുത്ത് പോയി ചരട് കിട്ടുകയോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഒരു വെളിച്ചെണ്ണ വരട്ട്, അവിടെയുള്ള അതിനകത്തുനിന്ന് വെളിച്ചെണ്ണ വരട്ടുവോ, അവിടെ പോയി പ്രാർത്ഥിക്കുവോ. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ അതിനെ കർത്താവുമായിട്ട് സംസാരിക്കുമെന്നോ ഒന്നുമുള്ള യാതൊരു അറിവും എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ വേദനയോടുകൂടി കിടന്നു. എന്നെ ഒരു ഐസൊലേറ്റഡ് ആണ്, തീർത്തും ഐസൊലേറ്റഡ് ആണ്. കാരണം സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ അവരാരെയും അകത്തോട്ട് കയറ്റി വിടത്തില്ല. കാരണം മറ്റു സ്റ്റുഡൻസിനും പകരുമല്ലോ. അപ്പൊ എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ അടുത്ത ബെഡിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയായി. ആ സമയത്താണ് വളരെ ഭാരത്തോടു കൂടി, അപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കുന്നില്ല ഞാൻ. അപ്പോഴും ഞാൻ കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും വലിയൊരു വെളിച്ചം ഞാൻ കണ്ടു. ആ വലിയ വെളിച്ചം സൂര്യനേക്കാൾ ശോഭയുള്ള ഒരു വെളിച്ചം ഒരു ഉച്ച സമയത്താണ്, എനിക്ക് തോന്നുന്ന ഒരു 2 മണിക്ക് മുമ്പാണ് എന്തുവായാലും ഞാൻ കണ്ടത്. വലിയൊരു വെളിച്ചം. ഞാൻ കിടക്കുന്ന ഒരു വലിയൊരു കുഴിയിൽ, ഞാനൊരു ഇരുണ്ട കുഴിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഈ വെളിച്ചത്തിന്റെ, ഞാനത് ഷോർട്ടായിട്ടാണ് പറയുന്നത്, കാരണം പലയിടത്തും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കേൾക്കുന്നവർക്ക് അത് റിപ്പീറ്റഡ് ആയിട്ട് തോന്നുമല്ലോ. ഒരു സ്റ്റെപ്പിന് വെളിച്ചത്തിന്റെ വളരെ താഴോട്ട് വന്നേ, അടുത്തല്ല, കുറച്ച് താഴോട്ട് വരുന്നിടത്ത് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പിന്റെ 2 വശത്തും മാലാക പിള്ളേരെ, കുഞ്ഞു പിള്ളേരെ, എനിക്ക് തോന്നുന്നു 4-5 വയസ്സ് കാണും. ആണാന്നോ പെണ്ണാന്നോ എന്ന് അറിയത്തില്ല. ചിറകുകളും ഒന്നുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, സ്വപ്നം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമല്ലോ, അതുപോലെ തന്നെ ഞാൻ കാണുന്നത് മാലാക കുഞ്ഞുങ്ങൾ കൈകൂപ്പി, കുഞ്ഞു പിള്ളേര് ഇങ്ങനെ ഇച്ചിരി തലയൊന്ന് വണക്കി 2 സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുഞ്ഞുകുട്ടികൾ. വെള്ള വസ്ത്രമൊക്കെയാ ധരിച്ചാ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് മാലാഖയെന്നാ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന മാലാഖ എനിക്ക് അറിയാവുന്ന ചിറകൊക്കെ വെച്ച്, അപ്പൊ പല മാലാഖമാരുണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്ക് അന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കിടക്കുന്നു. അത് ഒത്തിരി താഴെയാ, ഞാനൊരു ഗുഹ പോലെ ഒരിടത്ത് കിടക്കുന്നു. അപ്പോഴീ ലൈറ്റ് ഒരു വലിയൊരു വടം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അവളെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. മലയാളത്തിൽ പറയുക ഈ മാലാഖമാരോട്. അപ്പൊ ഞാൻ ചോദിക്കുക, കർത്താവേ എന്നെ എന്തിനാ പിടിച്ചു കെട്ടുന്നേ? ഇത്രയും കാലം നീ നിന്റെ മുഖം എന്താ മറച്ചത്? അതെനിക്ക് ആവശ്യമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ വലിയ ദൈവഭക്തയാണ്. ഞാൻ 10ാം ക്ലാസ് പാസ്സായി, ബൈബിൾ 4-5 പ്രാവശ്യം വായിച്ചു, പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പം ഞാനൊരു പൂർണ്ണ ക്രിസ്ത്യാനിയാണെന്നുള്ള ഭാവത്തിലാണ് എൻ്റെ ജീവിതമൊക്കെ. അങ്ങനെ ആയപ്പോൾ എനിക്ക് അതുപോലെ തന്നെ വേറൊരു സ്വഭാവം കൂടെ ഉണ്ടായിരുന്നു. ഞാനൊരു തലയെ വെളിച്ചെണ്ണ പരട്ടിയാൽ പോലും ഞാൻ വെളി വരത്തില്ല. കാരണം ഞാൻ സുന്ദരി അല്ലാതെ കണ്ടുപോകുമല്ലോ എന്നൊക്കെയുള്ള ഒരു ധാരണയില്ല. ഞാനൊരു പന്ന വസ്ത്രം ഇട്ട് ഞാൻ അങ്ങോട്ട് വെളി വരത്തില്ല. അപ്പൊ എനിക്ക് അതിലൊരു ആരാധന ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും കർത്താവ് ഈ മുഖത്ത് മൊത്തം ഇങ്ങോട്ട് ഭയങ്കര കുരുക്കൾ. എന്നെ കാണുമ്പോൾ തന്നെ ഭീതിയാകും. എനിക്കിങ്ങനെ പിമ്പിൾസോ ഒന്നും തന്നെ വന്നിട്ടും ഇല്ല പ്രായത്തില്.
അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയങ്കര ഡിപ്രഷനിൽ പോയി. കാരണം ഞാനൊരു വേറൊരു കോലത്തിലായി പോയല്ലോ എന്നുള്ള ഒരു മേക്കപ്പ് ഇടാതെ ആ സമയത്ത് ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ വരാത്ത ആ പ്രായത്തില് ഇങ്ങനെയൊരു കോലം എന്റെ മേത്തായി, കരിയുന്നുമില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ വളരെ ദുഃഖിതയായി. അപ്പോൾ ദൈവം ഇങ്ങനെ പറയാണ്, നിന്റെ മുഖം എന്താണ് എനിക്ക് ഇത്ര നാളും മറച്ചു വെച്ചത്? അപ്പോഴ് ഞാൻ പറയാണ്, ഞാൻ മറച്ചില്ലല്ലോ. കാരണം ഞാനിങ്ങനെ കർത്താവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് പിന്നെ. കാരണം ഞാൻ നൊയമ്പ് നോക്കി ഇതൊക്കെ ചെയ്തു എന്ന് ഞാൻ പറയുകയാണ്. അപ്പോഴും കർത്താവ് പറയുക, അതല്ല, നിന്റെ ഹൃദയം എനിക്ക് തന്നോ. ഞാൻ അപ്പോഴെനിക്ക് അതെന്താണ് ഇനി ഹൃദയം കൊടുക്കുന്നത്? വേദപുസ്തകം വായിക്കുന്നതിലും വചനം വായിച്ചെന്നേ ഉള്ളൂ, അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിലൊക്കെ അപ്പുറമായിട്ട് കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഹൃദയം നമ്മൾ ബാഹ്യമായിട്ട് കാണുന്നത് ഒന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയം, എന്റെയും നിങ്ങളുടെയും ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പറയും, ഞാൻ ഇന്നൊരു പെന്തിക്കോസ്തുകാരിയാണ്, എന്നാലും ഞാൻ പറയാണ്, എനിക്കിന്ന് വസ്ത്രത്തെ പറ്റി ഒന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. ഞാൻ എന്താ ചിന്തിക്കുന്നത്, ഞാൻ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടുണ്ട് പോകും, ഞാൻ ഒന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഞാൻ പറയാണ്, വെള്ള വസ്ത്രം ഇടുന്നതിനെക്കാട്ടിലും ഏതെല്ലാം മേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടും ചെയ്യാതെ പോയാലും ചെയ്താലും അതിലെല്ലാം ഉള്ളില് ദൈവം ഹൃദയത്തിന്റെ വിശുദ്ധി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്റെ മുഖം എന്താണ് മറച്ചു വെച്ചതെന്ന് ഒരു രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തതോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായ ഒരു കാര്യമാണ് കർത്താവിനോട് ചോദിച്ചത്. അപ്പോഴങ്ങനെ ഒരു കോൺവെർസേഷനാ. അത് കഴിഞ്ഞപ്പോഴും ഞാൻ ഇത് ബോധം വന്നു കഴിഞ്ഞു. അപ്പോഴും ഞാൻ കട്ടിലിൽ ഇങ്ങനെ ഇരുന്നോണ്ടാണ് ഞാൻ കാണുന്നത്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്താ സംഭവം? അപ്പോൾ തന്നെ എന്റെ പിന്നെ ഒരു ബോധം ഇങ്ങനെ പോയിട്ട് ഞാൻ കാണുന്നത് ഒത്തിരി വെള്ളവസ്ത്രധാരികൾ എനിക്ക് ചുറ്റും ഇങ്ങനെ നിന്നിട്ട് എന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ മൂറോൻ അഭിഷേകം എന്നൊക്കെ ഉണ്ട്, ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഒരു ഇത്. അതുപോലെ ഞാൻ കാണുന്നത്, തൈലാഭിഷേകം എന്നൊക്കെ പറഞ്ഞ അതുപോലത്തെ ഒരു സംഭവം ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്നുണ്ട് എന്റെ ആത്മാവ് എന്റെ അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് ആത്മാവ് പറയാം, ഇനി മരിച്ചുപോയി. അപ്പൊ ഞാൻ പേടിച്ചുപോയി. എല്ലാം വെള്ളവസ്ത്രധാരികളാണ്. ഇവരുടെ വെള്ള തലമുടി വരെ അമ്മച്ചിമാര് പോലെ അപ്പച്ചന്മാര് ദൂതന്മാര് എല്ലാം വന്ന് എന്റെ ചുറ്റും നിൽക്കുകയാണ്. അപ്പൊ അതിൽ ഒരാളാണ് എന്നെ ഇങ്ങനെ തൈലാഭിഷേകം ചെയ്യുന്നത്. അപ്പം ആത്മാവ് പറയുകയാണ്, ബോഡി ഇവിടെ കിടക്കുന്നു മരിച്ചു ജഡമായിട്ട്. അന്നേരം ഒന്നും എനിക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി ഒന്നും. അപ്പൊ ഞാൻ ഉണർന്നു, കണ്ണു തുറന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഇനി മരിച്ചു പോകാനായിരിക്കും. കാരണം എല്ലാവരും 4 പേരും പോയി, അടുത്ത കട്ടിൽ ആരും ഇല്ല. അപ്പൊ ഞാൻ ഇനി കിടക്കുന്നത് ഇനി എനിക്ക് വേറെ വല്ല അസുഖം ആയിട്ടായിരിക്കും എന്ന് ഓർത്ത് ഞാൻ ബെല്ലടിച്ചപ്പോൾ വരുന്ന എനിക്ക് ഇഷ്ടപ്പെടാത്ത ആ സിസ്റ്ററാണ്, സാറാമ്മ സിസ്റ്റർ വന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പുഴുത്ത ശരീരത്തിൽ ഞാനൊരു പൊട്ട് തൊട്ടിട്ടുണ്ട്. അന്നൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന പൊട്ടുണ്ട്, ഒരു ചുമന്ന പൊട്ട് വട്ടത്തിലുള്ള, അത് എപ്പോഴും എനിക്ക് നെറ്റി കാണും. അന്നേരം ഇതും വെച്ചിട്ടുണ്ട്. അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാനിത് പറഞ്ഞപ്പം പറഞ്ഞു ഇത് ദർശനമാ. ഞാൻ പറഞ്ഞു ദർശനം എന്തുവാന്ന് ചോദിച്ചപ്പം വിഷനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വിഷൻ എന്തോ? അപ്പൊ നീ ബൈബിള് വായിച്ചിട്ടൊക്കെ ഇല്ലേ? അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ബൈബിള് വായിച്ചില്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ സിസ്റ്റർ രക്ഷിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിലൊന്നും അത്ര താല്പര്യമോ വിശ്വാസമോ ഒന്നുമില്ല. പക്ഷെ എന്തോ ഒന്നും ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ അത്ഭുതകരമായിട്ട് ഞാൻ പറയട്ടെ, അതിന്റെ നെക്സ്റ്റ് ഡേ ഞാൻ നോക്കിയപ്പോഴ് എന്റെ കംപ്ലീറ്റ് ഈ സാധനം എല്ലാം കരിഞ്ഞു, സ്കാറായിട്ടുണ്ട്. അന്ന് വരെ ഞാൻ എന്റെ മാക്സിമം ഞാൻ കുത്തിപ്പൊട്ടിക്കും. നീഡില് ക്ലീൻ ചെയ്യാൻ വരുന്നവരോട് വാങ്ങിച്ചു, അന്നൊക്കെ മെറ്റൽ നീഡില്, അതൊക്കെ വെച്ച് ഈ കാണുന്ന സ്ഥലത്തെ എല്ലാം ഞാൻ കുത്തിപ്പൊട്ടിക്കും. കാരണം ഡോക്ടർ വരുമ്പോ ഇത് കരിഞ്ഞിരുന്നാലേ എന്നെ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെ കരിയാഞ്ഞ സാധനം പിറ്റേ ദിവസം തന്നെ കംപ്ലീറ്റ് അത് സ്കാറായി എന്നെ വിട്ടു. ദൈവകൃപയാൽ എനിക്കൊരു വേറൊരു എൻ്റെ അവിടെയുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഫാദർ അന്ന് വരുവാനിടയായി. അതിനെ കാണാൻ വന്നേ. അപ്പൊ ആ പുള്ളിയുടെ കൂട്ടത്തിൽ എന്നെ കേരളത്തിൽ വിട്ടു. ഞാൻ വീട്ടിൽ ചെല്ലുന്നത് കണ്ടപ്പോഴേ എന്റെ വീടിന്റെ മുകളിൽ ഒരു ആന്റി നെല്ല് ഏതാണ്ട് ഇത് മറന്നുപോയി എന്റെ പേര്, ഇത് ഉണക്കുന്നുണ്ടായിരുന്നു. ആന്റി ഓടിപ്പോയി. കാരണം ദൂരെന്ന് തന്നെ അത്രയും എന്നെ കണ്ടാൽ അറിയാം, അത്രയും ഉണ്ട് ഇത്. അങ്ങനെ ഞാൻ വീട്ടിലും എന്നെ അമ്മ ഐസൊലേറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഉണ്ടായിരുന്നു പോസ്റ്റ് ചിക്കൻ പോക്സ് ആപ്സസ് ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും അതിന് ആപ്സസിന് ഞാൻ ട്രീറ്റ്മെന്റ് IND ഒക്കെ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു. പിന്നെ പോസ്റ്റ് ചിക്കൻ പോക്സിൽ ന്യൂമോണിയ ഇൻഫെക്റ്റഡ് ആയി. ഞാൻ അതിന് ആന്റിബയോട്ടിക്സ് എടുക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇച്ചിരി വളരെ സീരിയസ്, സാധാരണയെക്കാട്ടിലും കൂടുതലായി. പക്ഷെങ്കിൽ ഞാൻ അത്ര അനുഭവിച്ചെങ്കിലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ അന്ന് വരെ വിളിച്ചത് ദൈവമല്ല. ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ഫോട്ടോയിലാണ്. ഞാൻ സങ്കല്പിച്ചത് എന്തെങ്കിലും പടങ്ങളെ കണ്ട് അത് ദൈവമാണെന്ന് വിശ്വസിച്ചു, അവിടെ പോയി പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി, ഞാൻ ചെയ്യുന്നതൊന്നും കർത്താവിനെ സ്നേഹിക്കുവാനോ കർത്താവിനെ പ്രീതിപ്പെടുത്തുവാനോ എനിക്ക് സാധിച്ചില്ല അന്ന് വരെ. ഞാൻ അതിനുവേണ്ടി അതൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ആ പ്രായത്തിൽ വളരെ അധികം കുട്ടികളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അവരവരുടെ ഇഷ്ടത്തിന് പോകത്തേ ഉള്ളൂ. പക്ഷെങ്കിൽ
ഞാൻ എന്തുകൊണ്ടാണോ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് ചെയ്തത്, അതുകൊണ്ട് തന്നെ ആ യഥാർത്ഥ ദൈവം എൻ്റെ അടുത്ത് വരികയായിരുന്നു. ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം. കുഞ്ഞു കുട്ടികളാണ്, പക്ഷെ ആരും കാണാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് കാണണമായിരുന്നു. പക്ഷെ നമ്മൾ കാണുന്നില്ലല്ലോ, നമ്മൾ ഈ ഫോട്ടോയൊക്കെ കാണുന്നേ. പല നാളുകളെയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് കാണണമായിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം അറിഞ്ഞ ദൈവം എൻ്റെ അവസ്ഥയിൽ വന്നു ഒരു ലൈറ്റായിട്ട്. അപ്പൊ ഞാൻ അമ്മയോടും പറഞ്ഞു, അമ്മേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം അല്ല, ഞാൻ കണ്ടത് ലൈറ്റാണ്. ലൈറ്റ് എന്നോട് പറയാണ്, കർത്താവേ, എന്തുകൊണ്ട് എന്റെ ഹൃദയം കർത്താവേ എന്നാണ് ലൈറ്റിനെ വിളിച്ചത്. അപ്പോൾ അമ്മയും പറഞ്ഞു, കർത്താവിന് രൂപമൊന്നുമില്ല, പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ രൂപം ഒക്കെ വെച്ചേക്കുന്നത് എന്നൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ചുരുക്കി പറയട്ടെ, പിന്നീട് അവസരങ്ങൾ ദൈവം, എനിക്ക് നമ്മൾ പെന്തിക്കോസുകാരെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാനോ കേൾക്കുവാനോ ഒന്നും തയ്യാറാകത്തില്ല. പക്ഷെ പതുക്കെ ദൈവമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ ആൾക്കാരെ വിടുകയും, അപ്പൊ പിന്നീട് എനിക്ക് കേൾക്കുവാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. എന്താണ് ഇതില് ഞാൻ പ്രാർത്ഥിച്ച് അന്ന് എത്ര, എനിക്ക് തോന്നുന്നു 17, 18, 19, 20 വയസ്സൊക്കെ കാണും. അന്ന് വരെ പ്രാർത്ഥിച്ചത് ദൈവം അല്ല. അന്ന് വരെ എനിക്ക് ദൈവത്തെ പ്ലീസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് നൊയമ്പ് നോക്കിയതും കഷ്ടപ്പെട്ട് ഈ ബുക്കുകളെല്ലാം വായിച്ചതും ഒക്കെ വെറുതെ ആയിപ്പോയി. എന്റെ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. എന്റെ മുഖം മറിഞ്ഞു തന്നെയാണ് ഇരുന്നത്. അപ്പൊ അവിടെ എന്തോ മറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് ഏതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ആ സമയങ്ങളിലൊക്കെ എനിക്ക് അറിയാൻ വയ്യാത്ത ആൾക്കാരെ എൻ്റെ ഹോസ്റ്റലിലെ റൂമിൽ കൊണ്ട് തരുകയും, ഇപ്പൊ ഞാൻ അവരെ ലിസൺ ചെയ്യും. അങ്ങനെ ഞാനൊരു പെന്തിക്കോസ് തമിഴ് പാസ്റ്റർ അടുത്ത്, ഞാൻ അന്ന് ബൈബിളൊക്കെ പിടിക്കുന്ന എനിക്ക് അപമാനമാണ്. ഞാൻ ഷോപ്പിങ്ങിന് പോകുന്ന ബാഗിൽ വെച്ചിട്ട് ബൈബിളും കൊണ്ട് അങ്ങനെ അവിടെ പോയി ഇങ്ങനെ ആരാധനയ്ക്ക് സംബന്ധിക്കുവാനും ഒക്കെ ഇടയായി. പല നാളുകളിൽ അങ്ങനെ പോയി. ആദ്യമൊന്നും നമുക്ക് ഇഷ്ടമല്ല. അവർ പറയുന്നത് ഇങ്ങനെ ഫോട്ടോയെ ആരാധിക്കുന്നതൊക്കെയാണ് ഞാൻ ചെല്ലുമ്പോഴെല്ലാം പറയുന്നത്. അതൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പാസ്റ്ററിനോട് ഇഷ്ടമല്ലായിരുന്നു ഇതൊക്കെ പറയുന്നത്. പക്ഷെങ്കിൽ അത് വചനം കേട്ട് എൻ്റെ മനസ്സിൽ രൂപാന്തരം വന്നു. വചനം മാത്രമേ നമ്മളെ രൂപാന്തരപ്പെടുത്തുള്ളൂ. ആരും വന്ന് എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും, കാരണം ഞാൻ അത്രയും സ്റ്റബോൺ ആണ്, അതുകൊണ്ടായിരിക്കും കർത്താവ് എൻ്റെ ജീവിതത്തിൽ നേരിട്ട് വന്നത്. ഞാൻ അതോടൊപ്പം പ്രാർത്ഥിക്കുന്നുമുണ്ട്, കർത്താവെ, എനിക്ക് നേരിട്ട് കാണണം. നേരിട്ട് വരുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് നേരിട്ട് കാണണമെന്നുള്ള ഒരു ആഗ്രഹപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കും, ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം തന്നു. അങ്ങനെ വചനം എന്നെ മാറ്റി. ആദ്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയത് ഈ ബിംബാരാധനയാണ്, വിഗ്രഹാരാധന. എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും നമുക്ക് ആത്മാവുണ്ടെന്നും ഈ ആത്മാവും പ്രാണനും എല്ലാം ഉള്ള ഒരു ശരീരമൊക്കെ ഉള്ളതാണ് മനുഷ്യൻ. വെറും ശരീരം മാത്രമല്ല, അതിനെ മോടി പിടിപ്പിച്ചുകൊണ്ട് നടക്കുന്നതല്ല, ആത്മാവിനെയാണ് നാം മോടി പിടിപ്പിക്കേണ്ടതെന്നുള്ള ആ വിവേകം ദൈവം പടിപടിയായിട്ട്, ഒന്നിച്ചല്ല, ഒരുപാട് സമയങ്ങൾ ഞാൻ എടുത്തു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി ആകുമെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ആയില്ല. പതുക്കെ ഇന്നും പുതിയ സൃഷ്ടി ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ തുറന്നു സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ എന്തോ ആയാലും പിന്നീടുള്ള അവസരങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ യേശു ഒരു അത്ഭുതമായിരുന്നു. അത്ഭുതം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വായിച്ചു വിട്ടതിനെക്കാട്ടിലൊക്കെ അപ്പുറത്ത് വലിയ ഒരു പ്രാണനുണ്ട് ഈ വചനത്തിന്. ആ വചനത്തിനൊരു ജീവനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വെറുതെ വായിച്ചു വിടാനുള്ളതല്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഒറ്റ വാക്കേ വായിക്കത്തുള്ളൂ, അതെന്തെല്ലാം രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്, ഏതെല്ലാം അർത്ഥത്തിലാണ് നാം സംസാരിക്കുന്നത്. ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം എല്ലാവരുടെയും അവസ്ഥയ്ക്ക് സംസാരിക്കും. എൻ്റെ ഈ ബൈബിള് ഞാൻ അന്ന് ആരോ എനിക്ക് തന്ന ഒരു ബൈബിളാണ് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ. അത് സൗദി അറേബ്യ ഞാൻ വന്നപ്പോഴും ഈ ബൈബിളും കൊണ്ടാ വന്നേ. അവിടുന്ന് ഞാൻ പോന്നപ്പോ ഞാൻ അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ആ കുട്ടികൾ എന്നോട് പറഞ്ഞു, അന്നൊന്നും ബൈബിളൊന്നും പറ്റത്തില്ല, നമുക്ക് പിന്നെ കാറിലാണ് ഞങ്ങൾ ബഹറിലോട്ട് ട്രാൻസ്ഫർ ആയത്. ആ സമയത്ത് കോസ്വേ കൂടെ വന്നേ. അപ്പൊ അവിടെ എല്ലാം ഭയങ്കര ചെക്കിങ്ങാ. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ പല നാളുകളും ഞാൻ ഈ ബൈബിളും കൊണ്ട് സൗദി അറേബ്യ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നെ ആരും പിടിച്ചിട്ടില്ല. എല്ലാം ഇവൻ ഒരു വെള്ളം വെച്ചാൽ പോലും അവരിങ്ങനെ തുറന്ന്, ബോട്ടിലുണ്ടെങ്കിൽ അവർ തുറന്ന് മണപ്പിക്കും. ഞാനും ഹസ്ബൻഡും കൂടെ പോകുമ്പോൾ ഫോട്ടോയാ കാണിക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു ID കാർഡ് ഉണ്ടാക്കും. ഞങ്ങൾ ഹസ്ബൻഡ് വൈഫാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് കാരണം അന്നത്തെ പോലീസുമാർക്ക് അവർക്ക് ഇംഗ്ലീഷും അറബിയും ഒക്കെ വായിക്കാൻ അറിയാത്തവരുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് ഈ ഫോട്ടോ അതൊക്കെ വെച്ചിട്ട് ID കാർഡ് ഉണ്ടാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ഈ വചനത്തിൽ നിന്ന്
അങ്ങോട്ടും ഇങ്ങോട്ടും പല നാളുകളിൽ പോയി കാണുവാനും വായിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും എന്റെ റൂമിൽ തന്നെ വലിയൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ, അതൊക്കെ ദൈവത്തിന്റെ ഒരു കൃപ. അതൊന്നും സാധ്യമേ അല്ല ആ സമയങ്ങളിൽ നാം മാനുഷികമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ. ഒത്തിരി പേര് രക്ഷിക്കപ്പെടുകയും ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തു. അപ്പോഴെന്റെ ജീവിതത്തിൽ എന്നെ ദൈവം ഓരോന്നും പഠിപ്പിക്കുകയായിരുന്നു. ആരും ഇങ്ങോട്ട് വന്ന് പറഞ്ഞില്ല. കാരണം അന്നൊക്കെ നമുക്കൊരു മെസ്സേജ് കേൾക്കുവാനോ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊന്നുള്ള ഒരു സാഹചര്യവും ഇന്ത്യയിൽ നിന്ന് ഒരു മെസ്സേജ് കേൾക്കുവാനോ ഒരു പാസ്റ്ററോട് സംസാരിക്കുവാനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇല്ല. ഒരു കോള് ചെയ്യണേ തന്നെ നമ്മൾ എത്ര പൈസ കൊടുത്താലാണ് ഒരു കോള് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സമയത്ത് എന്നോട് സംസാരിച്ചത് ഒരു പാസ്റ്ററും അല്ല, ഒരു വ്യക്തിയല്ല, ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. ഈ വചനത്തിൽ ഞാൻ ആശ്രയിച്ചു. അതെന്റെ രാവും പകലും ആഹാരമായി തീർന്നു. കാരണം ഞാൻ കണ്ട ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എന്റെ ജീവിതത്തിൽ എന്നെ പറ്റി എന്റെ ദൈവമുണ്ട്. ഒരു അവസരത്തില് എനിക്ക് സംസാരിക്കാൻ എന്റെ ഒരു ആവശ്യത്തിൽ ചിലപ്പോൾ ഒരു മനുഷ്യർ ഉണ്ടായെന്നിരിക്കത്തില്ല. അല്ല, ഉണ്ടായെന്ന് പറഞ്ഞാലും പരീക്ഷ പോലെ നമ്മളൊരു പരീക്ഷയിൽ കയറുക, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ, അല്ലെ നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുകയാണ്. ആ സാഹചര്യങ്ങളിൽ ആരാണ്? നമുക്കൊരു വ്യക്തി ഉണ്ടോ നമ്മളോട് സംസാരിക്കാൻ? ഇല്ല. ആ സമയത്തും, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബൈബിൾ പോലും കാണത്തില്ല, ആ സമയത്തും സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ടെന്നുള്ള ബോധം എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സമയത്തും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവം എന്നെ പഠിപ്പിച്ച് മുന്നേറുകയായിരുന്നു. എന്നാൽ ഞാൻ ഈ തമിഴ്നാട്ടിൽ വെച്ച് തന്നെ ഈ രക്ഷ ഏറ്റെടുക്കുവാനും ഞാൻ സ്നാനമെടുക്കുവാനും അന്യഭാഷ അഭിഷേകമായിട്ട് പ്രാപിക്കുവാനും ഇടയായി. തമിഴ്നാട്ടിൽ ഞാൻ മോഹൻ സി ലാസറസ് എന്ന് പറഞ്ഞ പാസ്റ്ററുടെ ഒരു ക്യാമ്പിൽ പോയപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനം എടുത്തത്. അപ്പൊ അതിനുവേണ്ടി പോയല്ല, ഞാൻ ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, നോയമ്പാണെന്ന് വിചാരിച്ചാ പോയത്. പക്ഷെ 3 ദിവസം കഠിന ഉപവാസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഉപവാസം എടുക്കുന്നത്. ആ ദിവസം എന്നോട് അന്നൊന്നും മൊബൈലില്ല, ദൈവത്തിന്റെ ആത്മാവ് എന്നെ ചെവിയിൽ കൂടി കേൾപ്പിച്ചു. ഞാൻ സ്നാനം എടുത്തു. അങ്ങനെയൊന്നുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു. എന്റെ കൂടെ ഉള്ളവരും പറഞ്ഞു എടുക്കണ്ടാന്ന്. പക്ഷെ അത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെ നോ പറയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യ ശബ്ദത്തെക്കാട്ടിലൊക്കെ ആരെല്ലാം എന്റെ മുമ്പിൽ വന്ന് എതിർത്താലും അതല്ല, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയുള്ളവളാണ് ഞാനെങ്കിൽ അത് ഞാൻ ചെയ്യും. അങ്ങനെയുള്ള ഒരു ധൈര്യം ദൈവം എന്റെ ജീവിതത്തിൽ വന്നു. ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ അത് ധൈര്യത്തിന്റെ ആത്മാവാണ്. നമ്മളിത് ഒളിച്ചും പാത്തും ഒന്നും ചെയ്യേണ്ടിയല്ല, ലജ്ജിക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തു നമ്മളെ ഉണ്ടാക്കി നമ്മളെ ഓരോന്നും തരുമ്പോൾ ആ വചനം എനിക്ക് ലജ്ജയല്ല, അപമാനമല്ല, എനിക്ക് ധൈര്യവും ഉറപ്പും, എനിക്കൊരു ആത്മവിശ്വാസമാണ്, എനിക്കൊരു കോൺഫിഡന്റ് ആണ്. ഞാൻ ദൈവത്തിന്റെ മകളാണെന്നുള്ള ആ പദവിയെക്കാട്ടിൽ ഒന്നും ഉപരിയായിട്ട് എനിക്ക് ഈ ജീവിതത്തിൽ ഇന്നുവരെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പക്ഷെ എനിക്ക് അന്യഭാഷയെ പറ്റിയിട്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്താണ് ഈ പറയുന്നത്, സത്യമാണോ എന്ന്. എന്നാൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ തിരിച്ചു വന്ന് ഞങ്ങളുടെ തമിഴ്നാട്ടിൽ ധാരാളം സാധാരണ പോകുന്ന പാസ്റ്ററുടെ ഒരു കൂട്ടായ്മയിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് അന്യഭാഷ അങ്ങ് ലഭിച്ചു. ഒരു കാറ്റടിക്കും പോലെ വലിയ കൊടുങ്കാറ്റ് പോലെ എന്റെ ശരീരത്തിൽ വന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് അവിടെ എല്ലാം ഓടി നടന്ന് അന്യഭാഷ പറയുവാൻ ഇടയായി. വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ അന്യഭാഷ പറഞ്ഞു. സാധാരണ ചെറിയതായിട്ടൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് മീറ്റിംഗ് നടത്തുമ്പോൾ അറിയാം, ആദ്യം കിട്ടുന്നവർക്ക് ചെറിയതായിട്ടാണ്. പക്ഷെ എന്റെ സംശയം കൊണ്ടായിരിക്കും. ഞാൻ ജീവിക്കുന്നു എന്ന് നീ വിശ്വസിക്കണം. തോമയെ പോലെ ഞാനും അവിശ്വാസിയായിരുന്നു. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി ദൈവം എന്തും ചെയ്യും. അന്നേരം തന്നെ വളരെ ക്ലിയർ ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ, പ്രഗ്നന്റ് ലേഡീസിനെ കാണുമ്പോൾ എനിക്ക് അകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് പേടിയായി, അയ്യോ ഇതെന്തോ ഞാൻ ഇങ്ങനെ കാണുന്നേ. അപ്പൊ ഞാൻ എന്റെ പാസ്റ്റർ ഒത്തിരി നല്ലതായിരുന്നു. അപ്പൊ എന്നെ ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും, കാരണം അന്നൊന്നും ആരും ഇല്ലല്ലോ വിളിച്ചു സംസാരിക്കാനൊക്കെ. അപ്പൊ ഞാൻ എന്റെ പാസ്റ്ററിന്റെ അടുത്ത് പോകുമ്പോൾ, പാസ്റ്റർ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നു എന്ന് പറയുമ്പോൾ, പാസ്റ്റർ നല്ല ആത്മീക കൃപയുള്ള ഒരു ഹിന്ദു വന്ന പാസ്റ്ററാണ്. ആ പാസ്റ്റർ എന്നെ നല്ലതായിട്ട് ഉറപ്പിക്കുകയും ഒത്തിരി എന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഈ കേൾക്കുന്ന ശബ്ദം ഞാൻ വേറെ കേൾക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ സയൻസ് പ്രകാരം ഹാലുസിനേഷൻ, ഇല്ലൂഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതൊക്കെയാണ് നമ്മൾ സൈക്യാട്രി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേൾക്കുന്ന ആ ശബ്ദത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ പാസ്റ്റർ അടുത്ത് പറയുമ്പോൾ അതൊക്കെ പുള്ളി അത് ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ ഞാൻ കേൾക്കുന്നത്, അത് സംഭവിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, അതെ ഇത് ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്, സംഭവിക്കുന്നത്. അപ്പൊ ആദ്യം വന്ന സമയങ്ങളിലൊക്കെ എന്നെ ഉറപ്പിക്കുവാൻ വേണ്ടി എന്റെ കൂടെ ഇരുന്ന ഒരു കുഞ്ഞുങ്ങളെ നമ്മളെ അമ്മമാര് വിട്ടുപോകത്തില്ലല്ലോ. അവരിവൻ ടോയ്ലറ്റിൽ പോയാൽ തന്നെ എനിക്കറിയാം, എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ തന്നെ നോക്കുമ്പോൾ ടോയ്ലറ്റ് തുറന്നു വെച്ചിട്ടാണ് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്നെ കൈവെള്ളയിൽ വെച്ച് നടത്തി വളർത്തിയ ഒരു ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം.
എനിക്ക് ശബ്ദം കേൾക്കുവാൻ എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് കൊണ്ട് ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട. എപ്പോഴും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുവൊന്നും അല്ല. എന്റെ ആവശ്യങ്ങളിൽ, എന്റെ പ്രത്യേക ആവശ്യങ്ങളിൽ കർത്താവ് എന്നോട് സംസാരിക്കും. അതെപ്പോഴൊന്നൊന്നുമില്ല, ഒരു ഫ്രണ്ട് പോലെ എന്നോട് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ബഹ്റിനിൽ വെച്ചാണ്, ഞാൻ സൗദിയിൽ നിന്ന് ബഹ്റിനിൽ വന്ന ജോലി, ഞാൻ അവിടെ ഡിഫൻസിലാണ് ജോലി ചെയ്തത്. അവിടെ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് നൈറ്റിൽ നമുക്ക് ഇച്ചിരി റെസ്റ്റ് ഉണ്ട്, 1 or 2 hours ബ്രേക്ക് ഉണ്ട് 12 hours ചെയ്യുമ്പോൾ. അപ്പൊ എന്നെ റെസ്റ്റിന് എന്റെ ടീം ലീഡർ വിട്ടു. ഞാൻ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പം എന്നോട് പറയാണ്, മിനി മത്തായി, അന്ന് എന്റെ പപ്പായുടെ പേരാ, ഞാൻ പാസ്പോർട്ടിലൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു, മിനി മത്തായി എഴുന്നേറ്റ് പ്രാർത്ഥന. എന്റെ പേര് അവിടേക്ക് അന്നൊക്കെ വലിയ ഇതൊന്നും ഇല്ലാത്ത, ഇങ്ങനെ വല്ല നിയമങ്ങളൊന്നും വളരെ കർശനമല്ലാത്തത് കൊണ്ട് എന്റെ പേര് മിനി സജി വർഗീസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പാസ്പോർട്ടിനകത്ത് ഇരിക്കുന്നത് മിനി മത്തായി എന്ന്. അപ്പൊ ഈ മിനി മത്തായി എന്നുള്ള പേര് അങ്ങനെ ആർക്കും അറിയത്തില്ല, ഈ പാസ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ അന്ന്. അപ്പൊ എനിക്ക് മിനി മത്തായി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇവിടെയൊന്നും മെയിൽ നേഴ്സുമാരും ഒന്നും ആ സമയത്ത് കുറവാണ്, ഇപ്പോഴൊക്കെയാണ് ഒരുപാട് മെയിൽ നേഴ്സുമാരൊക്കെ ആയി. ഞാൻ ഓർത്ത് ഈ രാത്രിയിൽ ആരും ആണുങ്ങളുടെ മലയാളത്തിലുള്ള ശബ്ദം, എന്റെ കൂടെ ആരും ഒരു മലയാളി ഒട്ടും ഇല്ലതാനും. അപ്പൊ ഞാൻ ഓർത്ത് എന്ത് ശബ്ദമാ, ഞാൻ എന്തുമായാലും പ്രാർത്ഥിക്കാന്ന് ഓർത്ത് ചകയിലും ഒന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് ഈ ഇച്ചിരി കൂടെ ഒന്ന് ഉറങ്ങണമല്ലോ, ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ജോലി ചെയ്യേണ്ടിയല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ മടി പിടിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞപ്പോ വീണ്ടും ഇച്ചിരി കണ്ണടച്ചപ്പം മിനി മത്തായി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ദൈവം തന്നെയാണ്. അപ്പൊ ഞാൻ ഉടനെ എഴുന്നേറ്റ് മുഴക്കിയിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്നത്, എന്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജാണ്, എന്റെ പപ്പ മരിച്ചു പോയെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ അവസ്ഥയിലും പ്രാർത്ഥിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന, പ്രാർത്ഥിച്ച് ധൈര്യപ്പെടുവാൻ ദൈവം എന്നെ, അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്ന് വെച്ചാൽ എന്റെ കർത്താവിന് വേണമെങ്കിൽ അത് തടയാമായിരുന്നു. എന്നോട് നേരിട്ട് പപ്പ മരിച്ചു എന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഓരോ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ദൈവം നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ശബ്ദം എനിക്ക് വളരെ ആശ്വാസം തന്നു. ആരൊക്കെ പറഞ്ഞ വാക്കുകളെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക എന്ന് പറയുന്നത് അതൊരു വിശേഷതരമായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ നമ്മള് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ സ്റ്റേജിൽ നിൽക്കുന്നത് പലപ്പോഴും, എപ്പോഴും അല്ല, പല സമയങ്ങളില് ആ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ആള് ഇന്നവരാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. എന്നോട് നേരിട്ട് വന്ന് പറയും, ഈ ആള് മൂങ്ങയാണ്, വലിയ പ്രാർത്ഥനയും പ്രസംഗമായിരിക്കും, പക്ഷെ ഈ ആള് ബലൂൺ ഊതി വെച്ച പോലെയാണ്, ഈ ആളുടെ ഓന്ത് പോലെയാണ്, അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ. അപ്പോൾ നമ്മൾ ബാഹ്യമായിട്ടുള്ള മെസ്സേജ് കേൾക്കുന്നതിലൊക്കെ അപ്പുറമായിട്ട് എന്നെ ഇത് പഠിപ്പിക്കുക ഓരോന്നും. നിന്നുള്ള ദൈവാത്മാവിലാണ് നമ്മൾ മെസ്സേജ് പറയേണ്ടത്, ദൈവത്തിന്റെ ആത്മാവിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എത്ര അല്ലാതെ വചനം വായിച്ചാലും എത്ര പ്രസംഗിച്ചാലും ദൈവത്തിന്റെ ആത്മാവാണ് അവിടെ ക്രിയ ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നമ്മൾ ബുദ്ധിയിൽ പ്രസംഗിക്കുന്നു, നമ്മൾ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളിൽ നിന്നും എന്നെ ദൈവം ഇങ്ങനെ ഓരോന്ന് വളർത്തുകയായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്, അതുകൊണ്ട് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കമായിട്ടാണ് പറയുന്നത്. ഈ ചിലര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. അല്ല, ഒരിക്കലും അല്ല. നമുക്ക് ബാഹ്യമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ചിന്തകളും ഇതുമാതിരി എല്ലാം ഉള്ള, അതും ഇതിന്റെ കൂടി തന്നെയുണ്ട്. എന്നാൽ ദൈവം സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്, വെറുതെ നമ്മൾ കിച്ചണിൽ ഇരിക്കുമ്പോൾ സംസാരിക്കും, നമ്മൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കും. അപ്പൊ നമ്മളപ്പോ ദൈവത്തെ ഓർക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ ദൈവം നമ്മളൊരു കൂട്ടുകാരെ പോലെ തന്നെ, കാരണം വൺസ് നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ, എന്റെ ജീവിതം കർത്താവിന് കൊടുത്താൽ കർത്താവാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ എന്തും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, പക്ഷെ കർത്താവിന്റെ കണ്ണ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആ ഒരു അനുഭവം എന്ന് പറയുന്നത്, കാരണം ഞാൻ എന്റെ ജീവിതം കൊടുത്തു, എന്റെ ജീവിതം ഇനി വേറൊരാളുടെയാണ്. അന്ന് വരെ യേശുവിനെ സ്വീകരിക്കാതെ ഞാൻ എത്ര ബൈബിള് വായിച്ചാലും ഞാൻ എന്റെ ജീവിതം കൊടുത്തിട്ടില്ല. പൂർണ്ണമായിട്ട് കൊടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ ആ കൺട്രോൾ വരുന്നത് നമ്മളിൽ നിന്നല്ല, ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ്. ഞാനൊരു ദിവസം ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കൊരു വല്ലാത്തൊരു ക്ഷീണം പോലെ, ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം, ഞാൻ ഇപ്പൊ താഴെ വീഴും. അപ്പൊ അടുത്തൊരു കട്ടില് വെച്ചിട്ടുണ്ട്, ഞാൻ ആ ബെഡയിലോട്ട് ഇങ്ങനെ ചാരിക്കിടന്നു, കാരണം പൂർണ്ണമായിട്ട് കിടക്കാൻ പോലും ഉള്ള സമയമില്ല എനിക്ക്. അത്രയും ജോലിയും പിള്ളേരും അതിനെ പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കാല് വെച്ച് ഇച്ചിരി നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണുന്നത്, ഞാനൊരു ആത്മവിവശതയിലായിട്ട് മോശയും ഏലിയാവും എൻ്റെ അടുത്തു വരുന്നതും ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും, സ്വർഗത്തിന്റെ പല കാഴ്ചകളും, അവിടെ വെള്ളക്കല്ലുകൾ, അതിൽ നിന്നുള്ള പാട്ടുകൾ, ഇന്ന് വരെ ലോകത്തിൽ കേൾക്കാത്ത മ്യൂസിക്കാണ്. നമ്മൾ വിചാരിക്കും പോലെ വലിയ ട്രം അടിച്ചുള്ള പാട്ടുകളൊന്നും അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള
എനിക്കത് വർണ്ണിക്കുവാനുള്ള വാക്കുകളില്ല. ഞാൻ അന്നേരമൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു അതിന്റെ വാക്കുകളും സൗണ്ടും ഒക്കെ. പക്ഷെ പിന്നീട് ഞാൻ മറന്നുപോയി. അന്നൊക്കെ എന്നെ രൂത്തിന്റെ ഭവനം എന്നൊക്കെ പറഞ്ഞ് കുറെ ഭവനങ്ങളും ഒക്കെ കൊണ്ട് കാണിക്കും. രൂത്തിനെ ഞാൻ കണ്ടില്ല, പക്ഷെ ഈ കൊണ്ടുപോയ ആൾ എന്നെ ഇങ്ങനെ കാണിക്കണം, ഇത് രൂത്തിന്റെ ഭവനം. ഓരോരുത്തർക്കും ഓരോ മുറിയാണ് ഞാനവിടെ കണ്ടത്. അതിമനോഹരമായ സ്വർഗവും അതിമനോഹരമായ പാട്ടുകളും. ഞാൻ ദൈവത്തെ കണ്ടില്ല, പക്ഷെങ്കിൽ അവിടെ സ്വർഗത്തിന്റെ ഒരു അല്പം വല്ലതും ആയിരിക്കും എന്നെ കാണിച്ചത്, ഒരല്പഭാഗം കാണിക്കുവാൻ. അങ്ങനെ പല പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു ആത്മവിവശതയിൽ ആയിട്ടുണ്ട്. അത് ആദ്യം എനിക്ക് ആത്മവിവശതയാണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ചിലപ്പോഴും ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു തളർച്ച പോലെ ഇങ്ങനെ വരും. തളർച്ച പോലെ വന്ന് ഇച്ചിരി നേരം ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ ഭിത്തികളൊക്കെ വെള്ള മഷിയിലാണ് എഴുതുന്നത്. മിനിന്ന് വിളിക്കുമ്പോഴേ എനിക്കറിയാം ഇപ്പൊ ഞാൻ ആത്മവിവശതയിൽ പോകുന്നു. ആ ഒരു ശബ്ദം കേൾക്കുമ്പം കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ വചനങ്ങൾ ഇങ്ങനെ ജെറമിയ ഇന്ന അധ്യായം ഇന്ന വചനം എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിപ്പോകും. അന്നൊക്കെ നമ്മൾ ഈ ഇങ്ങനെ ഫ്ലാഷ് ഇങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ ഓടി ഓടി പോകുന്നൊന്നും അന്നൊന്നും ഇല്ല. അങ്ങനെ എഴുതി പോകുന്ന വചനം. അപ്പൊ ഞാൻ ഈ കേൾക്കുന്ന ദൈവമക്കളോട് പറയുന്നത്, വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, വചനമാണ് ദൈവം. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, വചനം ജഡമായിട്ട് തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനമാണ് ജീവിക്കുന്നത്, വചനത്തിൽ കൂടിയാണ് എല്ലാം. അതുകൊണ്ടാണ് ഈ വചനമായ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. ഇതെല്ലാം വായിച്ചു പഠിച്ചാൽ നല്ലത്. പക്ഷെ ഞാൻ എല്ലാം വായിച്ചു പഠിച്ചിട്ടൊന്നുമില്ല. ഒന്നും മതി. മറിയോട് പറഞ്ഞ പോലെ അല്പം മതി. അല്പമുള്ളത് നാം സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പോഴിങ്ങനെ പല കാര്യങ്ങളിൽ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല. രോഗത്തിൽ എനിക്ക് ദൈവം വൈദ്യനായിരുന്നു. കടഭാരങ്ങളെല്ലാം അവൻ ഏറ്റവും നല്ല സഹായി തുണയായിട്ട് എൻ്റെ കൂടെ വന്നിരുന്നു. അപമാനങ്ങളില് നിന്ദകളില് ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നത് എൻ്റെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല. അപമാനം നിന്നെ അതിന്നും ഉണ്ട്. എങ്കിലും ഞാൻ ധൈര്യം ചോർന്നു പോകാതെ എൻ്റെ പ്രാണനാഥനെ, എൻ്റെ സ്നേഹിതനെ, ആദ്യമൊക്കെ എൻ്റെ ഹസ്ബൻഡോ കുഞ്ഞുങ്ങളോ ഒന്നും രക്ഷിക്കപ്പെട്ടതാണ്, സ്ഥാനം എടുത്തതാണ് എൻ്റെ ഹസ്ബൻഡ്. എന്നാൽ മർത്തോമയിലാണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടത്. അവിടെ തന്നെ ആയിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഞാൻ പോകുന്നതിനോട് പുള്ളിക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ കുടുംബം മൊത്തവും, ഞാൻ അവരോട് സുവിശേഷമൊക്കെ ആദ്യം പറയുമ്പോൾ എന്നോട് പറയും, നിന്നെക്കാട്ടി നല്ലതായിട്ട് എനിക്ക് അറിയാമെന്ന്. കാരണം മർത്തോമക്കാരല്ലേ, കൂടുതൽ വചനങ്ങള് അവർക്ക് കൂടുതൽ അറിയാം. അവർ പ്രസംഗിക്കുന്നവരാണ് ആ സമയത്ത്. അന്നൊന്നും എനിക്ക് വചനത്തിൽ പ്രസംഗിക്കാനോ വചനമേ വലുതായിട്ട് അറിയത്തില്ല. ആ ഒരു സമയത്ത് അങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ടൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ നിന്റെ ഗീതമാണേ വന്നാൽ മതി, എനിക്കിത് പേഴ്സണലാണ്. ഞാൻ അവരോടെല്ലാം പറയുന്നത്, കുടുംബമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമല്ല, ഇത് പേഴ്സണൽ റിലേഷൻ ആണ് കർത്താവമ്മയുടെ. ഭൂമിയിലാണ് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ. അതിലപ്പുറമായിട്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാനും എൻ്റെ കർത്താവും, അതിൽ പരം ഒരു സന്തോഷം. ആ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കത്തില്ല. അത് അനുഭവിക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ്. അപ്പോഴേ എന്നോട് ചോദിക്കും, ഈ ദൈവത്തെ കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനൊക്കെ ശേഷമാണ് കോവിഡ് വന്നത്. അന്നൊക്കെ ഞാൻ പറഞ്ഞു, എന്നാ നിങ്ങൾ ആരെങ്കിലും ഈ കോവിഡിനെ ഒന്ന് കാണിച്ചതാ? ഒരുപാട് കോവിഡ് പേഷ്യന്റിനെ ഞാൻ നോക്കിയതാ. അന്ന് ഇന്നും ലോകത്ത് കോവിഡിനെ കാണിച്ചു തരാൻ പറ്റാത്ത ആൾക്കാർക്കും കോവിഡിനെ ഭയം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തിനു കോവിഡിനെ ഭയപ്പെടുന്നു? നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്ന ദൈവത്തെയും നിങ്ങൾ വിശ്വസിക്കണം. കോവിഡ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, കാണാത്ത കോവിഡിനെ വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ട് കാണാത്ത ദൈവത്തെ നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടാ? അങ്ങനെ അതൊരു ശക്തിയാണ്, അതൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു ശക്തിയും വ്യക്തിയെയും കൂട്ടുകാരനെ പോലെ അറിയുവാൻ തക്കവണ്ണം അപ്പാ പിതാവേ എല്ലാ സമയത്തും ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിൽ, ഡ്യൂട്ടിയിലൊക്കെ നമുക്ക് അറിയാം, നമ്മളെപ്പോഴും നല്ല ബുദ്ധിയിലും എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടല്ല. പക്ഷെ ഒരു കാര്യം അറിയാതെ വന്നിരിക്കുന്നത്, അപ്പാ എന്നെ ഹെൽപ്പ് ചെയ്യണേ അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളും നമ്മൾ തിരിച്ചു വന്നിട്ട് എന്തിനാ നമ്മൾ നോക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ കാണാം അവിടെ തന്നെ, നീ തിരിച്ചു പോന്ന് പറയാം. അപ്പൊ തന്നെ നമുക്കറിയാം എന്തോ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവം, വഴികാട്ടിയായ ഒരു യഹോവയായ ദൈവത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. രുചിച്ചറിഞ്ഞ ദൈവം, അത് മറ്റുള്ളവർക്ക് അറിയത്തില്ല ഞാൻ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നതെന്ന്. ഈ കൃപയില്, ഈ സന്തോഷത്തില്, ഈ ദൈവത്തിന്റെ പാതയിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ അറിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അല്പം ഞാൻ കേൾക്കുന്നവരോട് പറയട്ടെ, അല്പം ഒന്ന് വിട്ടുകൊടുക്ക്. എല്ലാം നമ്മൾ വിട്ടുകൊടുക്കണം. അല്പം ഒന്ന് മനസ്സ് കൊടുക്കുക. ഒരു അല്പസമയം ഈ ദൈവത്തിനോട്, ഈ ദൈവം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ ഒരു അവസരം കൊടുത്തു നോക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. കാരണം ഞാനും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ച് ഞാൻ എൻ്റെ ടെസ്റ്റിമോണി പറയാണ്, നീ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും അല്ല നടക്കേണ്ടത്. കാരണം കൺട്രോൾ അവിടുന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളൊരു ജീവിതത്തില് നമ്മുടെ കയ്യിൽ ഒരു കാര്യം കിട്ടിയാൽ വേറൊരാളുടെ കൺട്രോളിൽ അല്ലല്ലോ. എന്റെ കയ്യിൽ എന്റെ കാറ് കിട്ടിയാൽ ഞാൻ എനിക്ക് വേണ്ടിയിടത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. സ്റ്റിയറിംഗ് എന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ നീ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചാൽ
അതിനെ എത്തിക്കുന്നത് നിത്യതയിലായിരിക്കും. അതുവരെ സൂക്ഷിക്കാമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. എന്നാൽ ഞാൻ വിശ്വസിച്ച ഒരു ദൈവം, കാരണം കൂടെയുള്ള ഒരു ആണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മരുന്നെടുക്കാൻ വിസമ്മതിക്കുന്ന ഒരാളാണ്. കാരണം എന്റെ ദൈവം സൗഖ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ രോഗിക്ക് ഏറ്റവും വലിയ സൗഖ്യം. അവന്റെ അടിപ്പണരുകളാൽ എനിക്ക് സൗഖ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആരെന്ത് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കുന്നു. അത് എന്റെ മേൽ സൗഖ്യമായിട്ട് തന്നെ പരിണമിച്ചിട്ടുണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നു. ഒരു രോഗസൗഖ്യം ഒന്ന് പറഞ്ഞാട്ട്, ഒരു രോഗസൗഖ്യം. ഓക്കെ. ഒരു 15-16 വർഷം മുമ്പ് എന്റെ ഡയബറ്റിസ്, ഷുഗർ അൺകൺട്രോളബിൾ അല്ല, സോറി, മീൻസ് മോർ ദാൻ നോർമൽ ആയിരുന്നു. 9-10 ഒക്കെ വരുമായിരുന്നു. പക്ഷെങ്കില് ദൈവാത്മാവ് വന്ന് ഇങ്ങനെ എന്നെ രാത്രിയിൽ എന്നോട് സംസാരിച്ചു. അതൊരു സ്വപ്നത്തിൽ കൂടിയായിരുന്നു. അതും ഡ്യൂട്ടിയിൽ തന്നെയാണ്. അതുകൊണ്ട് എന്റെ ഡ്യൂട്ടിയിലുള്ള എല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ ബ്രേക്കിന് ഞാൻ പോകുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. ആ ബ്രേക്കിന്റെ സമയത്ത് ദൈവാത്മാവ് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ട് പറഞ്ഞു, മിനി നീ ഇതെല്ലാം എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. എന്താ നല്ല ഫ്രൂട്ട്സാ! അത് കണ്ടാൽ അത് സ്വപ്നമാണ്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാ അത് മാഞ്ഞു പോകല്ലേ എന്നുള്ള ആഗ്രഹം നമുക്ക് അന്നേരം വരത്തില്ല, കാരണം സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞപ്പോ അയ്യോ എനിക്കിനി ഒന്നുകൂടെ കാണണം, എനിക്കൊന്നും കഴിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ബ്രേക്കിന്റെ സമയമാകുമ്പോൾ അവർ വന്ന് വിളിക്കും. ടൈം കഴിയുമ്പം വിളിച്ചപ്പോൾ ഞാൻ എല്ലാവരോടും, ആ ഡ്യൂട്ടിയിൽ എല്ലാവരും പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പോയതാ. അന്നേരം ഒരു വിറ്റ്നസ് ഉണ്ട്. അന്നേരം 9.5 ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ പറഞ്ഞു അർത്ഥം എന്തുവാ? ഹീലായെന്നാ. കാരണം ഡയബറ്റീസുകാർക്കല്ലേ ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റാത്തത്. അപ്പൊ എന്റെ കൂടെ ഉള്ള ഇന്ന് ഫിൻസി എന്ന് പറഞ്ഞ ആളെ UK-യിലുണ്ട്. അവളെ അതിനുശേഷം ഞാൻ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, ഇത് 17 വർഷത്തോളമായി ഞാൻ അന്ന് സൗഖ്യമായിട്ട്. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കണേ എന്ന് പറയും. വേണ്ട നീ നോക്കണ്ട, നീ സൗഖ്യമായതല്ലേ എന്ന് പറയും. അപ്പൊ അവർക്ക് പോലും വിശ്വാസമാണ്. അപ്പൊ ഞാൻ ആ സ്വപ്നം കണ്ടതിന് ശേഷം വന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നോർമലാ. അതിനുശേഷം എത്രയോ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഈ 2 മാസം മുമ്പ് ഇവിടെ റുട്ടീൻ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ആ ഡോക്ടറും പറഞ്ഞു എല്ലാം നോർമലാണ്. എന്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലാ. വെറുതെ ഒരു വായും കൊണ്ട് പറയുന്നതല്ല, ഇതെല്ലാം എവിഡൻസ് ഉള്ള കാര്യങ്ങളാണ്. എന്റെ ആസ്മ സൗഖ്യമായതാണ്. ഒരു മുസ്ലിം ഡോക്ടറാണ്. ഞാൻ പല നാളുകളെ ആസ്മയായിട്ട് ഇങ്ങനെ ഞാൻ ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ സഫർ ചെയ്യുമ്പോൾ ഞാൻ ഈ മരുന്നെടുക്കാതെ ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ അന്നേരം ഓടി വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊന്നും എനിക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല കേട്ടോ. 5-6 മാസം ഞാൻ ഇങ്ങനെ സഫർ ചെയ്തു. ആ സമയത്തൊക്കെ ഇവിടെ ആ കൺട്രിയിൽ ഇങ്ങനെ ഒത്തിരി പെർഫ്യൂം ഒക്കെ അടിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ. പിന്നെ തന്നെയല്ല സെൻട്രലൈസ്ഡ് AC ആണ്. അപ്പൊ ഞാൻ നൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു ഡൈഫെനിട്രാമിൻ കണ്ടന്റ് ആയിട്ടുള്ള ഒരു സിറപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടും. വീസിങ് ഇങ്ങനെ വരും, വെളിയിലോട്ട് വരും. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമെന്ന് പറഞ്ഞ് ഞാനൊരു പാരസെറ്റമോൾ എടുത്താൽ തന്നെ ഞാൻ കിറങ്ങിപ്പോകും. അങ്ങനെ എടുത്തിട്ട് എന്നെ പല കൂട്ടുകാരാണ് പിന്നെ എന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ആഗ്നസ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരിയെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഇങ്ങനെയുള്ള എന്റെ വീസിങ് വന്നുള്ള ക്രൈസിസിൽ പുള്ളിക്കാരി ആയിരിക്കും എന്റെ മെഡിസിൻ കൊടുക്കുന്നത്. ഒത്തിരി ഹെൽപ്പ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാരണം പിന്നെ എനിക്കങ്ങ് വല്ലാതെ എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്റെ കണ്ണും ഉറങ്ങിപ്പോകുന്ന പോലുള്ള, കാരണം ഈ മരുന്നെടുത്തു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ എന്റെ കൂട്ടുകാരെ കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം അറിയാം എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ അവസാനം എന്റെ കൂടെയുള്ള ഒരു മുസ്ലിം ഡോക്ടറാണ് എന്നെ, നീ ഇത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല, നീ വിശ്വസിക്കുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു വിട്ടു. ഡോക്ടർ സുവാദ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിന്റെ അടുത്താണ് പറഞ്ഞു വിട്ടത്. അന്ന് പുള്ളിയായിരുന്നു പൾമനോളജിസ്റ്റ്. അപ്പൊ അവിടേക്കാണ് നമുക്ക് ഒരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ എളുപ്പം അങ്ങ് കാണും. ആ പുള്ളിയും കുറെ വഴക്കൊക്കെ പറഞ്ഞു. ഏതാണ്ടൊക്കെ ടെസ്റ്റ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറെ മരുന്നുകളൊക്കെ തന്നു. എനിക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ, എന്റെ ഫാമിലിയിലുള്ള പലർക്കും ഇത് ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു ഞാൻ ചോദിച്ചു ഡോക്ടർ ഇതുകൊണ്ടൊക്കെ മാറുമോ? ഇത് മാറത്തില്ല എന്ന് പറഞ്ഞു. മാറത്തില്ല, പക്ഷെ നമ്മളിങ്ങനെ മരുന്നെടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ അന്ന് ഈ മരുന്ന് ഞാൻ വീണ്ടും ആ മരുന്ന് അവിടെ ഇട്ടിട്ട് വന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നു. അന്ന് എന്നെ കൂടെ ഉള്ളവരൊക്കെ വഴക്ക് പറഞ്ഞു, ഇപ്പോഴും ഇവള് മരുന്നെടുക്കാതെ നടക്കുവാണെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ മരുന്നുകൾ കൊണ്ടൊന്നും എന്നെ സൗഖ്യമാക്കുവാൻ ഈ ലോകത്തിലെ ശക്തികൾക്ക് കഴിയത്തില്ല. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നിന്റെ ഒരു വാക്ക് മതി, എനിക്ക് അതും മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് സൗഖ്യമായതാണ്. ഈ തണുപ്പത്തൊക്കെ വന്ന് ഞാൻ എത്രയോ നാളുകളിലെ മഞ്ഞാണ്, അന്നൊക്കെ അവിടെ തണുപ്പേ ഉള്ളൂ, ഇവിടെ മഞ്ഞാണ്. അവിടെയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പോലും ഞാനൊന്ന് വീസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല.
അതാണ് ദൈവത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓടി പ്രവർത്തിക്കത്തില്ലായിരിക്കും ദൈവം. നമ്മളെ വിശ്വാസം എത്രമാത്രം നീ എന്നെ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുമായിരിക്കും ദൈവം, ചിന്തിക്കുന്നുണ്ടായിരിക്കും. എനിക്കറിയത്തില്ല. ചിലതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എളുപ്പം കേൾക്കും, ചിലത് താമസിച്ചു വരുമ്പോഴും അതുകൊണ്ട് ഒത്തിരി പേരെ മനസ്സിലായി എനിക്ക് അവിടെ ആത്മ ഉണ്ടായിരുന്നെന്ന്. പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ച് സൗഖ്യമായാൽ എനിക്കൊരു ടെസ്റ്റിമണി പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ നാമം ഉയരുന്നതിനാണല്ലോ ഈ രോഗസൗഖ്യമൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഉറപ്പായിട്ട് അനേകരൊക്കെ അറിയാം എനിക്ക് ആസ്മ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തുറന്ന് പറയുവാനായിട്ട് പറ്റും. അതുകൊണ്ട് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട അതിനെപ്പറ്റി. കാരണം കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഇതെല്ലാം നമ്മൾ ആയിരിക്കുന്നതെല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ടാണ്. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു രോഗമായിട്ട് എനിക്ക് വന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത് നിൽക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിലാണ് എപ്പോഴും നമുക്ക് ജോലി. അപ്പോൾ എൻ്റെ തലയുടെ പുറകിൽ ഈ നെക്കിന്റെ സമയത്ത് ഒരു വേദന വന്നപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചു ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ ആ എർഗണോമിക്സിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കമ്പ്യൂട്ടർ മാറ്റി. അപ്പൊ എന്റെ മാനേജറുടെ കമ്പ്യൂട്ടർ തന്നു, നീ എന്നാ ഇവിടെ വന്നിരിക്കുക, നിന്റെ കമ്പ്യൂട്ടറിന്റെ കുഴപ്പമായിരിക്കും എന്നും പറഞ്ഞു. അപ്പൊ കമ്പ്യൂട്ടർ മാറ്റി, സീറ്റ് മാറ്റി, എന്നിട്ടത് പോകുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതുമായി ഭയങ്കര വേദനയായപ്പോൾ ഞാൻ പിന്നെ മരുന്നെടുക്കാൻ തുടങ്ങി. നമ്മൾ തന്നെ ബ്രൂഫനും ഡൈക്ലോഫിനാക്കും അങ്ങനെയുള്ള മരുന്നുകൾ എടുക്കാൻ തുടങ്ങി. ഒരു മരുന്നിനും കുറയാതെ വന്നപ്പം പിന്നെ ഞാൻ നിർബന്ധിതയായി, ഫോഴ്സ് ആയി ഹോസ്പിറ്റലിൽ പോകാൻ. അങ്ങനെ സ്റ്റാഫ് ക്ലിനിക്കിൽ പോയി അവർ വൈറ്റൽസ് ഒക്കെ എടുത്തു. അതൊക്കെ നോർമലായിരുന്നു. ഡോക്ടറും എനിക്ക് ഏതാണ്ട് പെയിൻ കില്ലേഴ്സ് ഒക്കെ തന്നു വീട്ടിൽ വിട്ടു. ഈ മരുന്നുകൾക്കൊന്നും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വേദന ഈ നെക്കിന്ന് അപ്പോഴത്തേനില്ല, ഇത് ഓക്സിപിറ്റൽ റീജിയനിൽ നിന്ന് അത് ഫ്രോണ്ടൽ വരെ വന്നു, ഈ ബാക്കിൽ നിന്ന് 2 വരെ വന്നു. അതൊരു വേദന എന്ന് പറഞ്ഞാൽ ഒരു ക്രഷിങ് പെയിനാ. ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്ന് ഞാൻ അതുകൊണ്ട് ഈ വേദന മെഡിസിൻ എടുത്താൽ 10 ദിവസം എടുക്കും എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയും. ഇനി എത്ര ദിവസം എടുക്കും? നെക്ക് പെയിൻ ആയിട്ട് 10 ദിവസം എടുക്കും, കുറയും. പിന്നെ ഓർത്തോപെഡിക്കിന്റെ അപ്പോയിന്റ്മെന്റിന് പോയി അവിടെ എക്സ്റേ എടുത്തു. അവർക്കൊന്നും കാണുന്നില്ല, എക്സ്റേക്കകത്തൊന്നും. തലയുടെ നെക്കിന്റെ എക്സ്റേ എടുത്തത്. അങ്ങനെ ഈ വേദന ഓരോ ദിവസം കൂടി വന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് അവിടെ ഇല്ല, പുള്ളി സൗദിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ തന്നെയുള്ളൂ. ഞാൻ വോമിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണെന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പുള്ളിയെ വിളിച്ചു. പുള്ളി വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം ന്യൂറോ ആയതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ വിളിച്ചത്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ നോക്കിയപ്പോൾ അന്നത്തെ BP 150/90. അപ്പൊ അവരോർത്ത് പെയിനിന്റെ വേദനയായിരിക്കും എന്ന് ഓർത്തു. ഏതാണ്ട് IV ഫ്ലൂയിഡും ഒക്കെ ചെയ്ത് തന്ന് ഈ വോമിറ്റിങ്ങിന് വേണ്ടി. വീട്ടിൽ വരുമ്പം പിന്നെ വോമിറ്റിങ്. അങ്ങനെ ഇതങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് പിന്നെ എനിക്കൊരു മങ്ങലായി. കണ്ണിന് എനിക്ക് പിന്നെ ഈ ലൈറ്റ്, മൊബൈലൊക്കെ ഉണ്ടെന്ന്, മൊബൈലൊന്നും നോക്കാൻ പറ്റത്തില്ല. അപ്പൊ ലൈറ്റിനൊരു ഫോട്ടോഫോബിയ പോലെ. അപ്പൊ ഹെഡേക്ക് ഉണ്ട്, BP കൂടുന്നുണ്ട്, വോമിറ്റിംഗ് ഉണ്ട്, കണ്ണ് ഇതുമായി. ഇപ്പൊ ഞാൻ പിന്നെ വോമിറ്റിംഗ് കൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതെ ഒരാഴ്ച ഇരുന്ന്. ഇപ്പം നമ്മൾ ഇന്ന് കുറയും. ഞാനൊരു കാർഡിയാക്കിന്റെ ഹോസ്പിറ്റലാണ് ജോലി ചെയ്തത്. ഞങ്ങൾക്ക് അവിടെ ന്യൂറോ ഇല്ല. അങ്ങനെ എന്റെ പാസ്റ്റർ അവിടെ കാണാൻ വന്നപ്പോഴ് പാസ്റ്റർ പറഞ്ഞു, അയ്യോ ഈ കോലം ആയല്ലോ, നമുക്കെന്നാ ഒരു ന്യൂറോളജിസ്റ്റിനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു നമ്മുടെ ചർച്ചിലെ ഫ്രണ്ട്സ് ത്രൂ സിസ്റ്റർ മോളി ചേച്ചി ഒരു ന്യൂറോളജിസ്റ്റിന്റെ സെക്രട്ടറി ഏതാണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി തന്നെ ഉടനെ അത് അറേഞ്ച് ചെയ്തു തന്നു. എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ സൽമാനിയ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസഫ് ആണ് എനിക്ക് ഉടനെ തന്നെ CT സ്കാൻ എഴുതി തന്ന് എന്നെ കണ്ടു. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ ഹോസ്പിറ്റലിൽ തന്നെ പോകൂ, കാരണം ഇവിടെ ഞങ്ങൾക്ക് MRI ഒക്കെ ചെയ്യുന്നതിനൊക്കെയുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ആകുമ്പോൾ എനിക്ക് അവിടെ പെർമിറ്റഡ് ആണല്ലോ, പറ്റുമെങ്കിൽ അവിടെ പോയി വിളിച്ചു നോക്കാൻ പറഞ്ഞു, പോകാൻ പറ്റുമോ? കാരണം നിനക്കൊരു ഞാനൊരു ബാഡ് ന്യൂസ് ആണ് നിനക്ക് തരുന്നത്. എൻ്റെ ഹസ്ബൻഡും അവിടെയുണ്ട്. ബ്രെയിൻ ഹെമറേജ് ആണ്. അത് വലുതായിട്ടല്ല, ചെറിയ എന്തോ ബ്രെയിനിൽ നിന്നുള്ള ഇതാണ്. അതുകൊണ്ട് ഇത് വലുതാകുന്നതിന് മുമ്പ് നിങ്ങളുടെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം, എനിക്ക് വേണമെങ്കിൽ ഫോണിൽ കൂടിയുള്ള അഡ്വൈസ് ഒക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഡയറക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു, പോരെ ഇന്ന് തന്നെ പോരെ, ഞാൻ കാർഡിയക് ആയാലും ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അന്നേരം തന്നെ എന്നെ അവിടെ CCUയിൽ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴെന്റെ ഹസ്ബൻഡ് ഒരുമാതിരി ഇരുന്നു. പെട്ടെന്ന് പുള്ളി ബ്രെയിൻ ഹെമറേജ് ആണ് എന്ന് സസ്പെക്ട് ചെയ്യുന്നു, ചെറിയ വെയിനാണ് പൊട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, എന്നെ വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത്. അത്രയും തിരിച്ച് എന്റെ CCUയിലോട്ട് കൊണ്ടുപോകുന്നത്, അത്രയും ഞാൻ വീക്കായിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോൾ പക്ഷെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെ കുറ്റവും പറയും. ഇത്രയും പ്രാർത്ഥിച്ച് ഇത്ര അത്ഭുതങ്ങളും ഒക്കെ കണ്ട് ഇതൊക്കെ പറഞ്ഞ ആൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്? ഇപ്പം 2-3 ആഴ്ചയായല്ലോ, ഇതുവരെ എന്തുകൊണ്ട് നിനക്ക് ഹീലായില്ല?
എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് നേരിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയും എന്റെ ദൈവത്തിന്റെ സമയത്ത് സീലാകും. ഞാൻ ഒന്നേ പറഞ്ഞു, കർത്താവെ എന്റെ ഈ വേദന ഒന്ന് മാറ്റി തരണം, കാരണം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദന. ഒരു ട്രെയിൻ എന്റെ തലയിൽ കൂടെ കയറിപ്പോകുന്ന വേദനയാണ്. നീ എന്ത് വേണമെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, പക്ഷെ എനിക്ക് വേദന എനിക്ക് ഒട്ടും പറ്റില്ലപ്പാ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഈ CT സ്കാന് പോകുന്നതിന്, ഈ ന്യൂറോ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുന്നത് ഈ കെട്ടഴിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ ശവത്തേലൊക്കെ വെള്ള തുണിയിട്ട് കണ്ണും മൂക്കൊക്കെ നമ്മൾ കെട്ടും, അത് അഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വരുന്നതായിട്ടാ. പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല അത് അന്നേരം ഇങ്ങനെ കണ്ടെന്ന്. ഈ ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരുമാതിരി മുഖം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ CCUലോട്ട് കയറ്റുക വീൽ ചെയറിൽ. അന്നേരം ഞാൻ പുള്ളിയോട് പറഞ്ഞു, യു ഡോണ്ട് വറി, ഞാൻ മരിക്കയില്ല, ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ ഇങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടിട്ടാണ് CT സ്കാനകത്ത് കയറിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു CT സ്കാൻ നോർമൽ ആകുമെന്നാണ് ഞാൻ വിചാരിച്ചത്, കാരണം ദൈവം ദർശനം കാണിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ സൗഖ്യമായില്ല. ഡോക്ടറിന് ഈ ദർശനം കഴിഞ്ഞിട്ട് എനിക്കൊരു ബാഡ് ന്യൂസ് കിട്ടി. പക്ഷെ ഞാൻ ആ ദർശനത്തിൽ ഉറച്ചു വിശ്വസിച്ചു, കാരണം പറഞ്ഞത് കർത്താവാണ്, വാക്കു മാറാത്ത ദൈവമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്കറിയാം എന്റെ വിടുതൽ വരുന്നുണ്ട്. അങ്ങനെ അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. ഉടനെ തന്നെ എനിക്ക് 1:1 നേഴ്സിനെയൊക്കെ എന്റെ ഹോസ്പിറ്റലിൽ നല്ല എനിക്ക് വേണ്ടി ഒത്തിരി കെയർ ചെയ്തു. മുസ്ലിം കൺട്രി ആണെന്ന് പറഞ്ഞു നമുക്ക് വേറൊരു ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് പ്രിവിലേജുകൾ, ഫേവറുകൾ എന്റെ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് അവരെ എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. ഒരു ദൈവമക്കളിൽ നിന്ന് കിട്ടാവുന്നതിലൊക്കെ അപ്പുറമായിട്ടുള്ള കെയർ എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്നും, അവരുടെ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും, ഡയറക്ടറിൽ നിന്നും, എന്റെ കൂടെ ജോലി ചെയ്യുന്ന, അവരൊക്കെ കാത്തലിക്സ് ആണ് കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ, അവരിൽ നിന്നും ഒക്കെ കിട്ടി. എന്റെ കൂടെ നിന്നത് 1:1 കെയർ അവർ വെച്ചിട്ട് പോലും എന്റെ ഫ്രണ്ട്സ് ഫിൻസി, റിൽസി എന്നൊക്കെ പറയുന്നവർ, അവർ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒരാൾ അവിടെ ഇപ്പൊ നഴ്സിംഗ് ഓഫീസറായിട്ട് റിൽസി ജോലി ചെയ്യുന്നു. ഫിൻസി ഇവിടെ UK എവിടെയുണ്ട്. എല്ലാം അറിയാവുന്നതായതുകൊണ്ട്, സത്യമായതുകൊണ്ടാണ് ഞാൻ എവിഡൻസിന് വേണ്ടി പേരുകൾ പറയുന്നത്. അവരാണ് എന്നെ കൂടെ വന്ന് നിന്ന് നോക്കിയത്. റിൽസിയുടെ ബർത്ത്ഡേ ആയിരുന്നു, ബർത്ത്ഡേക്ക് അവൾ ഓഫ് റിക്വസ്റ്റ് ചെയ്ത, എന്നിട്ട് പോലും ഞാൻ അറിയാതെ എന്റെ കൂടെ വന്ന് നിന്നു എന്നെ തിരിക്കാനും എനിക്ക് ബെഡ് പാൻ തരാനും എന്നെ കുളിപ്പിക്കാനും. കാരണം നേഴ്സുമാരെ കൊണ്ട് കുളിപ്പിക്കാതെ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എനിക്ക് ബാത്ത് തരുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ എന്നെ അവർ ഒരുപാട് കെയർ ചെയ്തു. അപ്പൊ ഓരോ ആൾക്കാരും വന്ന് എന്നെ അവിടെ വന്ന് നോക്കിയിരിക്കുന്നിട്ട് കരയും. കാരണം ഞാൻ യേശുവിനെ പറ്റി എപ്പോഴും എല്ലാവരും പറയുന്നത്, ഞാൻ ബംഗ്ലാദേശികൾ തൊട്ട് പാകിസ്ഥാനികൾ വെച്ച് എല്ലാവരോടും, അവിടുത്തെ വലിയ ആൾക്കാരോട് ചെറിയ ആൾക്കാർ ആരും ഇല്ല, കാരണം കർത്താവിന് ആരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു സാഹചര്യം വരുമ്പോൾ അല്ലാതെ ഇടിച്ചു കയറി പറയുമല്ല, എനിക്ക് ദൈവമായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ഒരുപാട് പേർക്ക് തന്നിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റീസിനോട്, ലോയേഴ്സിനോട്, മിനിസ്റ്റേഴ്സിനോട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള വലിയ വലിയ അധികാരികളോട് ഈ കർത്താവ്, ഈ യേശു ജീവിക്കുന്നവനെന്ന് ആ രാജ്യത്ത് പോയിട്ട് പറയുവാനും, അവർക്ക് വേണ്ടി അവരെന്നോട് പ്രാർത്ഥന ചോദിക്കുവാനും പ്രാർത്ഥിക്കുവാനും സൗഖ്യമാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ദൈവം എന്റെ പ്രാർത്ഥനയും കൊണ്ടല്ല, എന്നെ അവിടെ അയച്ചതാണ്. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി, കേൾക്കുവാൻ വേണ്ടി ദൈവം എന്നെ അയച്ചതാ. അയച്ച കാക്കയ്ക്ക് മഹത്വം ഇല്ലല്ലോ, അയച്ച ദൈവത്തിനല്ലേ മഹത്വം. അതുപോലെ ദൈവം ഒരു കാക്കയായിട്ട് എന്നെ അവിടെയും ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ചു. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിന്നെപ്പറ്റി ജീവനുള്ള ദൈവമാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാ. ഇവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ കിടത്തല്ലേ എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ ബെഡിന്റെ അടുത്ത് നിന്ന് കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ, പക്ഷെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കാണുന്നത്, എന്റെ ഭിത്തിയിലെല്ലാം ഈ മാലാഖമാരിങ്ങനെ പറ്റിപ്പിടിച്ചിങ്ങനെ കിടക്കുന്നു. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പറ്റിപ്പിടിച്ച് ഇങ്ങനെ കിടന്നിട്ട് അവരിങ്ങനെ ഒരു പാട്ടാ പാടുന്നത്. അന്നൊന്നും ഈ പാട്ട് എനിക്ക് അറിയത്തില്ല. എല്ലാ വഴിയിലും നിന്റെ മുമ്പിൽ ശത്രുബന്ധിച്ചു മുദ്ര വെച്ചാൽ സ്വർഗകവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. എത്ര ജീവിതം ആനന്ദം. നീ മറന്നുപോയത്, നീ ഭൂമിയില് ജീവിക്കുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് സൈന്യം വരും. സ്വർഗ കവാടം തുറന്ന് ഈ ശത്രു എന്റെ മുമ്പിലും പിമ്പിലും ഇരുവശത്തും ഒക്കെ ബന്ധിച്ച് മുദ്ര വെച്ചാലും നിനക്കായിട്ട് വരുവാൻ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ കൈ ഒന്ന് ഉയർന്നാല് നിന്റെ അടുത്ത് തന്നെ വരും. ഹാലലുയ. ദൈവം തന്റെ ദൂതനെ അയക്കുമെന്നുള്ളതാണ് അതിന്റെ ബാക്കി വരികള്. ഞാനത് മറന്നുപോയി. ഹാലലുയ, സ്തോത്രം. ഈ മാലാഖമാർ അവിടെ പറയാണ്, ദൂതന്മാര് വന്നിരിക്കുകയാണ് എന്നെ വിടുവിക്കുവാൻ വേണ്ടി എന്ന് വെച്ച് ദൈവ പൈതലേ, ഞാൻ അന്നേരം തന്നെ വിടുവലൊന്നും കണ്ടില്ല കേട്ടോ. ഹാലലുയ, സ്തോത്രം. വിശ്വസിക്കുക.
വിശ്വസിക്കുക, ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുക, ദൈവം പറയുന്നത് വിശ്വസിക്കുക. നിന്റെ വരുന്നുണ്ട് നമുക്കിങ്ങ് ധൃതിയാണ്, നമുക്ക് ക്ഷമയില്ല. ദൈവത്തിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ 1000 ദിവസം പോലെ ആയിരിക്കും. അതുകൊണ്ട് ദൈവത്തിനത് കാലങ്ങളും ഒന്നും ഇല്ലാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അവനൊരു വഴിയുണ്ട്, ആ വഴിയിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഭാരപ്പെടേണ്ട, അവൻ വരുന്നുണ്ട്. സൈന്യവുമായിട്ടാണ് വരുന്നത്, വെറുതെ അല്ല വരുന്നത്. സ്വർഗം വരുമ്പോഴേ സ്വർഗത്തിലെ രാജകുമാരൻ വരുന്നത് സൈന്യത്തോടു കൂടിയാണ് വരുന്നത്. ഭൂമിയിലെ ഒരു രാജാവ് വരുമ്പോൾ എനിക്കറിയാം, ഇങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഒരു രാജാവ് തന്നെ എങ്ങും പോകത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ അപ്പോൾ സ്വർഗത്തിലെ ദൈവം വരുന്നത് എത്ര സൈന്യങ്ങളോടുകൂടിയാണ് വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ സൗഖ്യമാക്കുക വരുന്ന ഒരു ദൂതനെ ഒന്നും അല്ല. അതുകൊണ്ട് ദൂതനിലൊന്നും ആശ്രയിക്കേണ്ട. ഒരു ദൂതനല്ല, നിന്റെ സ്വർഗം നിനക്ക് വിടുന്നത് അനേക 1000 ദൂതന്മാരെ കൊണ്ടാണ്. നിന്റെ സൗഖ്യം വരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുക. ഞാൻ എല്ലാരും കരയുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം എത്ര ഇമ്പമുള്ള പാട്ടാണ്. ഞാൻ പാടിയ പോലെ ഒന്നുമല്ല. ആ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നതും അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ഞാനൊരു രോഗിയായി കിടന്നതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഭാരവും ഇല്ലായിരുന്നു. ആ രോഗത്തിൽ എനിക്ക് കേൾക്കുവാൻ പറ്റിയത് സ്വർഗത്തിന്റെ ശബ്ദമായിരുന്നു. അത് ഭൂമിയിൽ എത്ര വില കൊടുത്താലും കിട്ടത്തില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഏതെല്ലാം അനുഭവങ്ങളിൽ ഈ ഭൂമിയിലെ സമ്പത്തുകളോ നമ്മളെ അത്ര സന്തോഷത്തിൽ ആക്കത്തില്ല. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ഈ ഭൂമിയിലുള്ള ഒത്തിരി സന്തോഷങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വലിയ അടുത്തൊക്കെ പോയിട്ട് ഞങ്ങൾ ആഹാരങ്ങൾ രാജകൊട്ടാരങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ട്. അവിടെ ഒക്കെ കിട്ടാത്ത ഒരു സന്തോഷമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഇറങ്ങി വരിക, ദൈവം നമ്മളോടൊന്ന് സംസാരിക്കുക, ഈ ദൈവം എന്റെ ദൈവമായി തീരുക എന്ന് പറയുന്നത് അത് വേറെ ഒരു അനുഭവമാണ്. ആ ദൈവം നിന്നെ പല രീതിയിൽ നടത്തുന്നിരിക്കും. കഷ്ടങ്ങളിൽ കൂടി നീ കടന്നു പോയെന്നിരിക്കും. എന്നാൽ നമ്മളെ രക്ഷിക്കുന്ന, സൗഖ്യമാക്കുന്ന, നമുക്ക് സമാധാനവും ആശ്വാസം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സമയായോ സിസ്റ്ററെ? ഇല്ല, കണ്ടിന്യൂ ചെയ്തു പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ കിടന്നു. അങ്ങനെ എന്നെ കുറച്ചു നേരം കൂടെ എടുത്തോ സിസ്റ്റർ? അങ്ങനെ MRI ചെയ്തു. MRIക്ക് കൊണ്ടുപോയി. അങ്ങനെ ലാസ്റ്റ് അവർ ഓരോ മരുന്നുകൾ എനിക്ക് തരുന്നുണ്ട്. എന്റെ ബ്ലഡ് പ്രഷർ 220/110 ആയിരുന്നു, ഏറ്റവും വലിയ ബ്ലഡ് പ്രഷർ. ഞാനത് പറയാൻ വിട്ടുപോയി. എന്തുവായാലും അത് അപ്പൊ എന്റെ റിഫ്ലക്സുകളൊക്കെ ലെഫ്റ്റ് ലെഗിന്റെ റിഫ്ലക്സ് നോർമലാണ്. ഞാൻ കംപ്ലീറ്റ് പാരലൈസ്ഡ് അല്ലായിരുന്നു. എനിക്ക് വീക്ക്നെസ് മാത്രമേ ഉള്ളായിരുന്നു. ലെഫ്റ്റ് ലെഗിന് മാത്രമേ ഇച്ചിരി പ്രോബ്ലം ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ശബ്ദം വരുന്നില്ല. അതുകൊണ്ട് ഈ പാട്ടുകളൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് പറയാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആരെയും ഞാൻ സംസാരിച്ചാൽ തന്നെ അവർ പറയും, വേണ്ട നീ സംസാരിക്കണ്ട എന്ന് ഇങ്ങനെ പറയും. അങ്ങനെ എന്തുവായാലും ഞാൻ അടുത്ത MRI എന്നെ കൊണ്ടുപോയപ്പോഴും എന്റെ ബ്ലഡ് പ്രഷർ 150-160 ആയിരുന്നു. അപ്പോഴേ അതുവരെ എനിക്ക് കുറയുന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത് MRIക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഇപ്പോൾ ഞാൻ ശരിക്കും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ ഇങ്ങനെ കിടത്തരുത്, എന്നെ സൗഖ്യമാക്കണം, നിന്റെ ഒരു സാക്ഷിയായിട്ട് എന്നെ നിർത്തണം എന്ന് പറഞ്ഞ് ഞാൻ ആ MRIക്കകത്ത് കടന്ന് MRIയും ആൻജിയോയും കൂടാണ് ചെയ്തത്. എന്റെ ഫ്രണ്ട്സ് 2 പേരും പിന്നെ എന്നെ പുഷ് ചെയ്തുകൊണ്ട് പോയ വീൽ ചെയറിൽ പോയ ആളും ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരാണ് കൊണ്ടുപോയത്. ഇവിടെ കിടന്നപ്പോൾ ഞാൻ കാണുന്നത് മുൾക്കിരീടമാണ്. ഞാൻ യേശു കർത്താവിനെ ഞാൻ കണ്ടു. എന്റെ ഭാഷ അന്ന് വരെ പറഞ്ഞ അല്ലാത്ത അന്യഭാഷ എന്റെ വായിൽ വന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഞാൻ ആ 1 മണിക്കൂറോളം എടുത്തെന്നാ തോന്നുന്നേ. അത് പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അവരെന്നോട് മിണ്ടരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ അന്യഭാഷയൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. ഇത് തിരിച്ച് നമ്മൾ ആ മിഷനകത്തോട് ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ രോഗിയാണ്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴേ എന്റെ ഫ്രണ്ട് റിൽസി അവിടെ നിന്ന് പറഞ്ഞു, നീ എഴുന്നേക്കല്ലോ വീഴുമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഓർക്കുന്നേ ഞാൻ രോഗിയാണല്ലോ എന്ന്. പക്ഷെങ്കിൽ എനിക്ക് തന്നെ വീൽ ചെയറിൽ കയറി ഇരിക്കാൻ എന്തോ ഒരു ശക്തി എനിക്ക് വന്നു. എന്നാലും ഞാൻ നോർമൽ അല്ലായിരുന്നു. ഞാൻ എൻ്റെ വാർഡിൽ വന്ന് തിരിച്ചു നോക്കിയപ്പോൾ ആദ്യമായിട്ട് ദിവസങ്ങൾക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷം എൻ്റെ ബ്ലഡ് പ്രഷർ 128 ആയി. ഇവർ മരുന്നുകളെല്ലാം തന്നതാണ്. പക്ഷെ ആദ്യത്തെ BP അന്ന് എല്ലാവരും ചോദിച്ചു, MRI ആയിരുന്നു നിന്റെ ട്രീറ്റ്മെന്റ്? ഞാൻ പറഞ്ഞ അല്ല, MRIയിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായി. അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആള് യഥാർത്ഥത്തിൽ അവിടെ വന്നപ്പോൾ ഞാൻ സൗഖ്യമായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. എന്നെ വീട്ടിൽ വിട്ടു. പക്ഷെ എനിക്ക് 2-3 കുഴപ്പങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മക്കുറവുണ്ടായിരുന്നു. എപ്പോഴും
ഇപ്പോഴും അല്ല. ഇന്റർമിറ്റന്റ് അമ്നീഷ്യ ഉണ്ടായിരുന്നു. സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല. നടക്കുമായിരുന്നു എങ്കിലും എനിക്ക് എല്ലാവരും സാധാരണ നടക്കുമ്പോൾ എനിക്ക് ഓടുന്ന പോലെയാണ് തോന്നുന്നത്. എനിക്ക് ഹാർട്ടിന്റെ ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ആയി. കാരണം ഇത്രയും ഹൈ BP ആയിട്ട് എനിക്ക് മരുന്നുകൾ 10-15 മരുന്നുകൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് പാൽപിറ്റേഷൻ ഉണ്ടാകും, PVC ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു രോഗിയായി പോകേണ്ട ഒരാളാണ്. പക്ഷെ ഞാൻ വിശ്വസിച്ചു എന്റെ ദൈവത്താൽ എനിക്ക് സകലതും സാധിക്കും. ഓർമ്മക്കുറവെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാപ്പി ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്റെ ഹസ്ബൻഡ് ഒരു ദിവസം ഇല്ലാഞ്ഞപ്പോൾ എനിക്ക് കാപ്പി കുടിക്കണം, പക്ഷെ എനിക്ക് അറിയത്തില്ല. കാപ്പിക്കകത്ത് കാപ്പിപ്പൊടി എന്തെങ്കിലും ഓർമ്മ വരണ്ടേ? എനിക്ക് ഒന്നും അറിയത്തില്ല. എനിക്ക് വെള്ളം മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ പിന്നെ പുള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ ചില സമയങ്ങളിലാണ് ഇത് വരുന്നത്. പിന്നെ ഞാൻ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി ഞാൻ ചെന്നിട്ട് ഞാൻ എന്റെ വണ്ടിയുടെ റിമോട്ട് ഞെക്കുന്നത് തുറക്കുന്നില്ല. എന്ത് ചെയ്താൽ തുറക്കുന്നില്ല. അപ്പൊ ഞാൻ ആ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രദർ ഉണ്ട് അവിടെ. ആ പുള്ളിയുടെ കയ്യിൽ എന്റെ ഒരു രണ്ടാമതൊരു കീ ഉണ്ട്. അപ്പൊ ഞാൻ ആ പുള്ളി അതിലേക്ക് നടക്കും. ഞാൻ പറഞ്ഞു, ബ്രദറെ എന്റെ കീ ഇനി കൊണ്ടുപോകാൻ, എന്റെ ഈ കീ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, മിനിയുടെ കയ്യിലെ കീ ഒന്ന് തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീടിന്റെ താക്കോലായി കൊണ്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് അറിയത്തില്ല. ഞാൻ അത്രയും നേരം കഠിനപ്രയത്നം ചെയ്യുക ഈ വണ്ടി ഓപ്പൺ ചെയ്യാൻ. കാരണം എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പോകണ്ട എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ ദൈവം എന്റെ കൂടെ ഇരിക്കും. ഇതൊക്കെ ആൾക്കാർ ഓർക്കും ഒരു അഹങ്കാരിയാണല്ലോ എന്ന് ഓർക്കും. അഹങ്കാരമല്ല, ഇതൊരു വിശ്വാസമാണ്. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ ആ ഒരു 5-6 മാസം എടുത്തെങ്കിലും ഇന്ന് എനിക്ക് പണ്ടത്തേതിലും ബുദ്ധിയാണ്. ഈ പ്രായം കവിഞ്ഞുള്ള ഓർമ്മയും ബുദ്ധിയും ശക്തിയുമാണ്. പല എക്സാമിനേഷനുകളിലും ഞാൻ ഫുൾ മാർക്കാണ് വാങ്ങിക്കുന്നത്. ഈ ബുദ്ധി എവിടെ നിന്നാണെന്ന് എന്നോട് വല്ലവരും ചോദിക്കും. ഞാൻ കുട്ടികളെ മെന്ററിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവര് എന്റെ കുഞ്ഞുങ്ങളെക്കാട്ടി ചെറിയ പിള്ളേരെ മെന്റർ ചെയ്യുമ്പോൾ അവര് ചോദിക്കും, നിനക്ക് എങ്ങനെ ഇത്രയും ബുദ്ധി വരുന്നതെന്ന്. അതാണ് ദൈവത്തിന്റെ ഒരു കൃപ. ഞാൻ അവരോടും പറയും, കർത്താവിന്റെ കൃപ. ഹാർട്ട് ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ആയിട്ട് എനിക്ക് മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഞാനത് ഇന്ന് ഞാനൊരു 2-3-4 വർഷത്തോളമായിട്ട് ഞാൻ മരുന്നുകളൊന്നും എടുക്കുന്നില്ല. അത് വിശ്വാസത്തിലും ഞാൻ മാറ്റിയത്. ഇത് പറയുന്നത് കേട്ടതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കും, ഹസ്ബൻഡിന് മരുന്ന് കൊടുക്കും, ഒക്കെ ചെയ്യും. കാരണം മരുന്ന് വല്ലവരും പറഞ്ഞു കേട്ട് നിർത്തേണ്ടതല്ല. നിനക്ക് വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റില്ല, നീ മരിച്ചു പോകും. അത് എന്റെ വിശ്വാസത്തിലാണ് ഞാൻ എടുക്കുന്നത്. അത് ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള എന്റെ ഫ്രീഡമാണ്, എന്റെ ബന്ധമാണ്. ഞാനിപ്പോ ഡോക്ടറെ അടുത്ത് ചെന്നു, എന്റെ BP എല്ലാം നോർമൽ. എന്റെ എക്കോ അത് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ എന്റെ നോർമലായി. ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ എല്ലാം നോർമലായി. അപ്പൊ ഞാൻ 1 വർഷം വരെ നീ എന്താ വരാത്ത, അപ്പോയിന്റ്മെന്റ് എടുത്ത് വരണം, അല്ലാതെ നീ ചുമ്മാ വന്നാലും മതി എന്ന് പറയുമ്പോൾ ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ ഇത് നോർമൽ ആണെന്നും നീ പറയുമോ, അന്ന് മാത്രം ഞാൻ ഈ എക്കോ എടുക്കാനും അപ്പോയിന്റ്മെന്റിനും പോകത്തുള്ളൂ. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഞാൻ പോയി. എന്റെ ദൈവത്തിന്റെ കൃപയാൽ സാധാരണ അത് നോർമലായി വരില്ല എന്നാ പറയുന്നത്. അങ്ങനെ വന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എന്റേത് കർത്താവിന്റെ കൃപയാൽ നോർമലായി. ഇന്ന് ഞാൻ 2 മാസം മുമ്പുള്ള മെഡിക്കൽ ചെക്കപ്പിൽ എല്ലാം നോർമലായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, കാക്കയെ കൊണ്ട് ദൈവാഹാരം നടത്തുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് ഒരു കോള് വരുന്നത്, അതൊക്കെ പല ടെസ്റ്റിമോണിയതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മൂത്ത മകൻ ജോഷുവ നാട്ടിലായിരുന്നു, ഹസ്ബൻഡ് നാട്ടിലായിരുന്നു. പെട്ടെന്ന് നീ വരണം, മോൻ വെന്റിലേറ്ററിലാണെന്നാണ് പറഞ്ഞത്. ഞാനോർത്ത് രോഗമല്ലേ, അത് സാരമില്ല. കാരണം എത്രയോ രോഗത്തിന് ഞാൻ അടിമയായിട്ടുള്ളത്. ഈ രോഗം എന്നൊന്നും പറഞ്ഞ് എനിക്ക് ഒന്നും അല്ലായിരുന്നു. കാരണം എനിക്കറിയാവുന്ന ഒരു വൈദ്യൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ഈ രോഗത്തിലൊന്നും ഒരു പേടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയി. പക്ഷെങ്കിൽ ഷിക്കാഗോ എയർപോർട്ടിൽ വെച്ച് അവർ പറഞ്ഞില്ല എനിക്ക് കുഞ്ഞു മരിച്ചു പോയെന്നുള്ളത് അറിയത്തില്ല. കാരണം അവൻ അതുവരെ മരിക്കത്തക്ക രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തോ ചെറിയ പനിയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ഷിക്കാഗോ എയർപോർട്ടിൽ ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് പറഞ്ഞത്, അപ്പൊ ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന എൻ്റെ ഒരു ആഹാരമാണ്. അത് നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പം പോലുമല്ല. എന്റെ വണ്ടി പോലും ഞാൻ പലപ്പോഴും സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഞാൻ പഴയതാ വാങ്ങിക്കുന്നത്. ആ വണ്ടി പോലും എനിക്ക് തിരിച്ചു വിൽക്കാൻ തുടങ്ങുമ്പം, ഒത്തിരി അങ്ങ് ഡാമേജ് ആകുമ്പോൾ വിൽക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വിഷമമാണ്. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആ ശക്തിയും ദൈവത്തിന്റെ പ്രസൻസ് ഈ വണ്ടിക്കകത്തും കൂടെ ഇരുന്നു എന്റെ ദൈവം വന്നയാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആ വണ്ടിയോടും അങ്ങ് സ്നേഹമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണ്ട, കുഞ്ഞു മരിച്ചു. അതൊക്കെ ഞാൻ പല ടെസ്റ്റിമോണിയിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം എനിക്കങ്ങ് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. ഇരുട്ട് കയറുന്ന പോലെയും എൻ്റെ ബോണും എൻ്റെ മസിൽസ് ഒക്കെ ക്രഷ് ചെയ്യുന്ന പോലെ ഞാൻ വീഴു പോകേണ്ട ഒരു സ്ഥാനത്ത് ഞാൻ അവിടെ
പ്രാർത്ഥിച്ചു കർത്താവേ നീ ഇത് ചെയ്തെങ്കിൽ എന്റെ കൂടെ ഇരിക്കണം. അതിനകത്തൊക്കെ പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു, ഞാൻ അനുഭവിച്ച സത്യം, നീ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് തടഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ ആ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദൈവം എന്നെ ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴും ഞാൻ കാണുന്നത് ഞാൻ കരഞ്ഞു, ഉറക്കം ഞാൻ കരഞ്ഞു. കാരണം നമുക്ക് ആ വേദന എന്ന് പറയുന്നത് ഭയങ്കര വേദനയാണ്, ആരോടും എക്സ്പ്ലെയിൻ ചെയ്യാത്ത വേദനയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഞാൻ കാണുന്നത് എന്റെ വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് ഒരു ഹെവൻലി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതും, ഭയങ്കര സീറ്റഡ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്റെ വീടിനെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ദിസ് ഈസ് നോട്ട് എ വീപ്പിംഗ് ഹൗസ്, ദിസ് ഈസ് എ ഹെവൻലി പ്ലേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കും. അപ്പൊ ഈ സ്വർഗ്ഗം ഒരുങ്ങി എന്റെ കുഞ്ഞിന് വേണ്ടി ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എനിക്ക് ദൈവം എപ്പോഴും എന്റെ കൂടെ, ആ ദിവസം സമയങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം എന്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാം എനിക്ക് ഓരോന്ന് ചോദിക്കുമ്പോഴും ഓരോന്നിനും അർത്ഥമാണ്. ഓരോന്നും കർത്താവ് പറയുന്നത് പാരബിൾസിൽ കൂടിയാണ് അന്നേരമൊക്കെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആമയുടെയും മുയലിന്റെയും കഥ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കള്ളന്റെ കഥ, നമ്മള് കള്ളന്മാരാന്ന് ചിന്തിച്ചിരിക്കുന്നവരൊക്കെ ആദ്യം സ്വർഗത്തിൽ പോകും. കാരണം കർത്താവിന്റെ ഇഷ്ടമാണ്. വൺസ് നമ്മൾ ആ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ കർത്താവിനെ ഒന്ന് സ്വീകരിച്ചാൽ, പക്ഷെ എല്ലാവർക്കും അവസരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ജീവനുള്ള സമയത്ത് നമുക്ക് സമയം തക്കത്തിലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് മൊമെന്റ് നിനക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ സ്വർഗത്തിൽ കയറത്തില്ല. അങ്ങനെ കള്ളന് കിട്ടിയ ഒരു ഭാഗ്യം പോലെ എന്റെ കുഞ്ഞിന് കിട്ടി. ആമയും മുയലും, ആമ പതുക്കെ ഓടത്തുള്ളായിരുന്നു. മുയലുകളൊക്കെ, ഒരുപാട് മുയലുകൾ ഈ ലോകത്ത് സ്വർഗത്തിൽ എത്താൻ വേണ്ടി ഓടുന്നവരുണ്ട്. എന്നാൽ വെറും ആമയായിട്ടുള്ള ഒന്നുമല്ലാത്ത എന്റെ കുഞ്ഞ് സ്വർഗത്തിൽ എത്തി എന്നുള്ള എല്ലാ തെളിവുകളും എനിക്കുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഒത്തിരി സംസാരിച്ച് എന്നെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന് എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു. എവിടെ നിന്ന് വന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു ദർശനം കണ്ടതിന് ശേഷം സ്വർഗം എന്റെ കുഞ്ഞിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. ഞങ്ങൾക്ക് കർത്താവ് തന്നെ പേരിട്ടാണ് ഞങ്ങൾ ജോഷുവ എന്നൊക്കെ പേരിട്ടെ. അപ്പൊ ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ച കാര്യമല്ല ഈ ജോഷുവ എങ്ങനെയാണ് ജോഷുവായിട്ടൊക്കെ വരുമെന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നാൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അതും കൂടെ പറയട്ടെ. കർത്താവിനോട് പറയാണ് അവൻ ജോഷുവായി. കാരണം എന്റെ കുടുംബത്തെ മൊത്തം അവൻ മൂലമാണ് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുവാനും ഞങ്ങള് ഈ രീതിയിൽ വരുവാനും അവനെയാണ് ഉപയോഗിച്ചത്. കാരണം ജോഷുവായി ഇസ്രായേൽ മക്കളെ എല്ലാം കനാൻ ദേശത്ത് കൊണ്ടുപോയതുപോലെ അവനെ വിട്ടത് ഞങ്ങളുടെ കുടുംബത്തെ കനാൻ ദേശത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവൻ ആ പ്രവൃത്തി തികച്ചെടുത്തു. അതെല്ലാ കാര്യങ്ങളും എനിക്ക് പറയുവാനുള്ള സമയക്കുറവുകൾ ഉണ്ടല്ലോ. അപ്പോൾ ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന, ഞങ്ങൾ ഉദ്ദേശിച്ച ജോഷുവ കനാൻ ദേശം കണ്ടെടുത്ത് കൊണ്ടുപോയത് വിഷയമാണ്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നത് പല അർത്ഥങ്ങളിലാണ് ദൈവം പറയുന്നത്. ജീവങ്കിലേക്കുള്ള വാതിൽ ഞെരുക്കമുള്ളതാണ്. ഇത്രയെല്ലാം അനുഭവിച്ച എനിക്ക് അത് തരണം ചെയ്യുവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. കാരണം ഇത്രയും ദൈവ അനുഭവങ്ങൾ തന്നത് ആ ദൈവം ജീവിക്കുന്നു നിന്നെ എന്ന് എനിക്ക് മനസ്സിലാക്കി തരുവാണ്. അബ്രഹാമിനെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അറിയാം. സ്നേഹിതനായ അബ്രഹാമെ, സ്നേഹിത എന്ന് വിളിച്ചിട്ട് പറയാണ്, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ എനിക്ക് വേണമെന്നാണ് ചോദിച്ചത്. അതുപോലെ നമുക്കറിയാം യോബിനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സാത്താനോട് പറയാം, നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. അതിനൊരു ശോധനയുണ്ട്. ഏത് ടെസ്റ്റും പാസ്സാകാൻ ശോധനയുണ്ട്. 1-ാം ക്ലാസ് പാസ്സാകണമെങ്കിൽ വലിയ പരിശോധന ഒന്നും വേണ്ട. എന്നാൽ അതുപോലല്ലോ PhD ഒക്കെ പാസ്സാകുന്നത്. അതുപോലെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ നമ്മൾ എപ്പോഴും നമുക്ക് കർത്താവ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി ആ വിശ്വാസത്തിലായി കഴിയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എന്തോ ഉണ്ടാക്കുന്നതോ ഒന്നും അല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്ന. ഫിലിപ്പിയർ 1-ാം അധ്യായം 21-ാം വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവുന്നു. ആ വചനം എന്റെ ജീവിതത്തിൽ ഇന്ന് അർത്ഥമാണ്. ഇന്ന് എനിക്ക് ധൈര്യത്തോടുകൂടി, കോൺഫിഡന്റോടുകൂടി പറയാൻ പറ്റും, ഞാൻ ഇന്ന് ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. മരിച്ചാൽ എനിക്ക് ഏറെ സന്തോഷം. എന്റെ പ്രിയനെ ഒരു ദിവസം മുമ്പിൽ കാണാൻ പറ്റുമല്ലോ. ആ ഒരു പ്രത്യാശയിലാണ് ജീവിക്കുന്നത്. എന്നാൽ എന്റെ കുഞ്ഞു മരിക്കുന്നത് വരെ എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റത്തില്ലായിരുന്നു മരിക്കുന്നത് എനിക്ക് ലാഭമാണെന്ന്. കാരണം എനിക്ക് വീണ്ടും ഭൂമിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, എന്തേലും എനിക്ക് ജോലി ചെയ്യണമല്ലോ, അങ്ങനെയുള്ള പല ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരിക്കും. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്, ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ഇത്രയും നേരം എനിക്ക് വേണ്ടി സമയം തന്ന, എന്റെ കൂടെ സ്പെൻഡ് ചെയ്ത സിസ്റ്ററിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ.
യഹോവയായ ദൈവമേ, പുത്രനെ കൂടി ഞങ്ങളെ അധികമായിട്ട് സ്നേഹിച്ചു കർത്താവേ. പുത്രനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ച യഹോവയായ ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ സമയം കേൾക്കുന്ന എല്ലാവരെയും അവിടുത്തെ പാദപീഠത്തിൽ തരുന്നു കർത്താവെ. എന്നെ തരുന്നു, സുസ്നെ തരുന്നു. ഹല്ലേലൂയ, ഇനി കേൾക്കുവാനുള്ളവരെ ഒക്കെയും തരുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ വലിയ ജീവൻ ഓരോ വ്യക്തി ജീവിതങ്ങളിലും കൊടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സ്റ്റെപ്പിൽ കൂടി നടത്തണമേ. ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോകുവാണെങ്കിൽ നിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കണമേ കർത്താവെ. സ്തോത്രം. നിന്റെ രാജ്യത്തിൽ എത്തുന്നത് വരെ നീ നീതിയോടുകൂടി ഞങ്ങൾ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ തരണമേ കർത്താവെ. ഇന്ന് ആരെങ്കിലും ഈ യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ക്രിസ്തീയ നിയമപ്രകാരം നിന്റെ ആഗ്രഹപ്രകാരം, ഹല്ലേലൂയ, സ്തോത്രം, വന്നില്ല എങ്കിൽ ദൈവമേ, നിന്നാൽ സാധിക്കും. ഒരു വാക്ക് മതിയല്ലോ അപ്പാ. സ്തോത്രം. അവരുടെ ഹൃദയത്തിൽ വിശ്വാസം കൊടുക്കണമേ. ഈ വലിയ ദൈവത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം, സ്വർഗത്തിന് അവകാശികളാകുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അവർക്കും ചാൻസ് കൊടുക്കണമേ. നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവെ, ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം. ഇന്ന് ആരെങ്കിലും രോഗികളായിട്ട് കേൾക്കുന്നുവെങ്കിൽ നിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം, പുത്രന്റെ ആ ഓരോ പങ്കപ്പാടിന്റെ വേദനകളും കർത്താവെ, സ്തോത്രം, ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗസൗഖ്യത്തിന്, ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആ രക്തത്തിന്റെ ആശ്വാസവും സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഏതെല്ലാം രീതിയിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ, ഞങ്ങൾക്ക് വേണ്ടി അപമാനിതനായ ക്രിസ്തു യേശു, ഹല്ലേലൂയ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തില് ആ നല്ല ശബ്ദം കർത്താവെ കേൾപ്പിക്കണമേ. ഹല്ലേലൂയ, ഞങ്ങളുടെ നല്ല ഇടയനെ, ഞങ്ങൾ ഓരോരുത്തരും നിന്റെ നാടുകളാണല്ലോ കർത്താവെ. ഞങ്ങൾ തെറ്റിപ്പോകാവുന്ന അവസ്ഥയിൽ കർത്താവെ ഞങ്ങളെ വിളിച്ച് വേർതിരിക്കണമേ. ഞങ്ങളെ കർത്താവെ രോഗികളാകുമ്പോൾ കർത്താവെ ഞങ്ങളെ മാർവോട് ചേർത്ത് ഞങ്ങളെ എടുത്ത് നടത്തണമേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഇന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. കേൾക്കുന്ന ഓരോ വീട്ടിലുമുള്ള എല്ലാ തലമുറകൾക്കായിട്ട് ഞാൻ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ നിന്റെ ജീവനിൽ കടക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, പ്രത്യാശയുള്ളവരായി തീരുവാൻ തക്കവണ്ണം, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവാത്മാവിന്റെ കൃപയിൽ കർത്താവെ ഓരോ സ്റ്റെപ്പ് എടുക്കുവാൻ തക്കവണ്ണം, ഓരോ കുഞ്ഞുങ്ങളെയും അവരായിരിക്കുന്ന സ്ഥലത്ത്, അവരുടെ കലാലയങ്ങളില്, അവരുടെ ജോലികളിലൊക്കെയും, അവരുടെ ഭവനത്തിലൊക്കെയും, ജീവിത മേഖലകളിലൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസും തുണയുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോസ് ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകരും നിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ അവകാശികളാകുവാൻ തക്കവണ്ണം ഈ ജോസ് ടിവി മൂലം കർത്താവെ ഇനി വീണ്ടും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമേ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമേ. സുസ്നയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ വേലകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. സിസ്റ്ററെ, എത്രത്തോളം സമയം ഞങ്ങളോടൊത്ത് ചിലവഴിച്ച ദേവദാസിക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. ഓക്കെ, കർത്താവ് സിസ്റ്ററിനെ സഹായിക്കട്ടെ.